എൻ്റെ കയ്യിൽ കുറച്ചധികം ചോദ്യങ്ങളുണ്ട്. ഒരു ചോദ്യം, സജ്ഞാനം എന്നാൽ എന്ത് എന്നാണ്. ഇന്നലെ ഇവിടെ ജ്ഞാനത്തെക്കുറിച്ചും വിജ്ഞാനത്തെക്കുറിച്ചും പറഞ്ഞപ്പോൾ ഒരു സഹോദരൻ ചോദിച്ചിരിക്കുകയാണ്, സജ്ഞാനം എന്നാൽ എന്ത് എന്നാണ്. വാക്കുകളെ കൊണ്ട് നമുക്ക് സജ്ഞാനം എന്ന് പറയാമെങ്കിലും ആത്മീയ ശാസ്ത്രത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ജ്ഞാനം എന്ന ഒറ്റ വാക്ക് പരിപൂർണമാണ്. ജ്ഞാനി എന്ന് പറഞ്ഞാൽ പിന്നീട് ഒരു വിശേഷണവും ആവശ്യമില്ല എന്നാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള വേർഡാണ് ജ്ഞാനി. ജ്ഞാനി എന്ന് പറഞ്ഞാൽ ജ്ഞാനസ്വരൂപനായ ഈശ്വരനെ പൂർണ്ണമായിട്ടും അറിയുന്നവനെയാണ് ജ്ഞാനി എന്ന് പറയുന്നത്. വിജ്ഞാനി എന്ന് പറഞ്ഞാൽ മെറ്റീരിയലായ നോളജ് അറിയുകയും ആ മെറ്റീരിയൽ നോളജിനെ കുറിച്ച് ധാരാളം അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്ത ഒരാളെയാണ് വിജ്ഞാനി എന്ന് പറയുന്നത്. പക്ഷേ അതേ സമയത്ത് എല്ലാം പൊതുവെ നാം ജ്ഞാനമായിട്ട് പറയുന്നു. അറിവ് എന്നർത്ഥത്തിൽ എല്ലാം അറിവാണ്. ആ അർത്ഥത്തിൽ പ്രപഞ്ചത്തിലെ ഏത് കാര്യങ്ങളും അതിനെക്കുറിച്ചുള്ള ജ്ഞാനമുണ്ട് എന്ന് പറയുമ്പോൾ ജ്ഞാനത്തെ വീണ്ടും രണ്ടാക്കി നാം തരംതിരിക്കുന്നു. സത്ജ്ഞാനമെന്നും ദുഷ്ജ്ഞാനമെന്നും രണ്ടായി തരംതിരിക്കുന്നു. അപ്പോൾ ദുഷ്ജ്ഞാനം എന്ന് പറഞ്ഞാൽ മോശമായ അറിവുകൾ, തമോ ഗുണപ്രദമായ അറിവുകൾ. സത്ജ്ഞാനം എന്ന് പറഞ്ഞാൽ സ്വാത്വികമാകുന്ന അറിവുകൾ. ഇങ്ങനെയാണ് ഈ ഒരു വാക്ക് സജ്ഞാനം എന്നുണ്ടായത്. ശരിക്കും അങ്ങനെ ഒരു വാക്ക് പറയേണ്ട ആവശ്യമില്ല. ജ്ഞാനം എന്ന വാക്കുകൊണ്ട് തന്നെ അത് പെർഫെക്ഷനാണ്. അതുമാതിരി കർമ്മം എന്നൊരൊറ്റ വാക്ക് ആത്മീയത്തിൽ പറഞ്ഞാൽ അത് പൂർണ്ണമാണ്. പക്ഷെ വീണ്ടും നമ്മൾ സത്കർമ്മമെന്നും ദുഷ്കർമ്മമെന്നും നാം ഉണ്ടാക്കിയെങ്കിലും ആത്മീയ ഭാഷയിൽ കർമ്മം എന്ന് പറഞ്ഞാൽ കർമ്മയോഗത്തിലേക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മളോട് പറയുന്നത് കർമ്മം, അകർമ്മം, വികർമ്മം എന്ന് മാത്രമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. കർമ്മയോഗത്തെക്കുറിച്ച് ഒരു 9 ദിവസം ഇവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാവുന്നതാണ്. വേറൊരു സഹോദരൻ ചോദിച്ചിരിക്കുന്നത്, സർ, എനിക്ക് എന്ത് കാര്യം ചിന്തിച്ചാലും അത് ഉടനെ ചെയ്യണമെന്ന് തോന്നുന്നു, അത് കാത്തിരിക്കാൻ വയ്യ. പെട്ടെന്ന് ചെയ്യണമെന്ന് തോന്നുന്നു, ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ. പെട്ടെന്ന് ചെയ്യണമെന്ന് തോന്നുന്നത് നല്ലതാണോ ചീത്തതാണോ എന്ന് മാത്രം ചിന്തിക്കുക. നല്ലതാണെങ്കിൽ ഉടനെ ചെയ്യുക, അതിനുവേണ്ടി ആരെയും കാത്തിരിക്കരുത്. പക്ഷെ ചീത്തതാണെങ്കിൽ കഴിയുന്നതും വൈകിക്കുന്നത് നല്ലതാണ്. അപ്പം അദ്ദേഹത്തിന്, ഈ സഹോദരൻ എന്നോട് ചോദിച്ചത്, ഏത് കാര്യവും ചിന്തിച്ചു കഴിഞ്ഞാൽ ഉടനെ ചെയ്യണമെന്ന് തോന്നുന്നു എന്നുള്ളത്, അതിൽ ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. ചീത്ത കാര്യങ്ങൾ നീട്ടി 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 വയ്ക്കുകയല്ല ഇന്ന് മനുഷ്യൻ ചെയ്യുന്നത്. ചീത്ത കാര്യങ്ങൾ ഉടനെ ചെയ്യുകയും നല്ല കാര്യങ്ങൾ നീട്ടിവെക്കുകയും ചെയ്യുന്നു. മറിച്ചാണ് നാം ചെയ്യേണ്ടത്. നല്ല കാര്യങ്ങൾ നാളേക്ക് വെക്കുകയേ അരുത്. കാരണം നമുക്ക് എത്ര കാലം ജീവിച്ചിരിക്കാൻ കഴിയുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ കയ്യിൽ ഇന്ന് മാത്രമേ ഉള്ളൂ. സോ forget about the past. Past is past. It won't come back. And future we do not know, so don't think about the future. Think only the present, which is omnipresent എന്നാണ്. അതുകൊണ്ട് നാം ഇപ്പോൾ ഉള്ള കാര്യമല്ലാതെ മറ്റൊന്നും ചിന്തിക്കരുത്. ഈ കാര്യത്തിൽ നല്ലതാണ് നമ്മുടെ മനസ്സിൽ ചെയ്യണമെന്ന് തോന്നിയാൽ നാളേക്ക് വെക്കരുത്, ഇന്ന് തന്നെ ഉടനെ തന്നെ ചെയ്യുക. ചീത്തതാണെങ്കിൽ കഴിയുന്നതും വൈകിച്ചുകൊണ്ടേയിരിക്കുക. ശ്രീനാരായണ ഗുരുദേവനോട് ഒരിക്കൽ ഒരു ഭക്തൻ ചോദിച്ചു, നല്ല മുഹൂർത്തം ഏതാണ്, നല്ല വർഷം ഏതാണ്, നല്ല മാസം ഏതാണ്, നല്ല ദിവസം ഏതാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഗുരുദേവൻ മറുപടി പറഞ്ഞു, അങ്ങനെ ലോകത്തിൽ ഒരു ദിവസവും ഒരു മാസവും ഒരു വർഷവും ഒരു മുഹൂർത്തവും നല്ലതാക്കി ഉണ്ടാക്കിയിട്ടില്ല. നല്ലത് ചെയ്തതുകൊണ്ട് ആ വർഷവും ആ മാസവും ആ ദിവസവും ആ മുഹൂർത്തവും നല്ലതായി മാറിയതാണ്. അല്ലാതെ നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഉണ്ടായിട്ടില്ല. നല്ലത് ചെയ്തതുകൊണ്ടാണ് അത്രേ കാലാകാലത്ത് ആ ദിവസങ്ങൾ അറിയപ്പെടുന്നത്. ഉദാഹരണം, ദീപാവലി ദിവസം. ദീപാവലി എന്നുള്ളത് തന്നെത്താൻ ഉണ്ടായതല്ല. ശ്രീകൃഷ്ണ ഭഗവാൻ നരകാസുരനെ കൊന്നപ്പോൾ എല്ലാവരും ദീപം കത്തിച്ച് വെച്ച കൃഷ്ണ ഭഗവാനെ സ്വീകരിച്ചപ്പോൾ
നമ്മളിലുള്ളതായ നരകാസുരനെ, നമ്മളിലുള്ളതായ ദുഷ്ചിന്തകളെ, ദുഷ്കർമ്മങ്ങളെ ഒക്കെ കൊല്ലുവാൻ വേണ്ടിയിട്ട് നല്ല ദിവസമാക്കി ദീപാവലിയെ നാം ആഘോഷിക്കുന്നു. ഇങ്ങനെ ആ ദീപാവലി വന്നത് ആ ദിവസം നല്ലതായതുകൊണ്ട് മാത്രം അങ്ങനെയല്ല. ഇങ്ങനെ ഓരോ ദിവസവും നല്ലതായി മാറിയത് ഓണമാണെങ്കിൽ എങ്ങനെ നല്ല ദിവസമായി മാറിയെന്ന് ചോദിച്ചാൽ, ഓണം എന്ന് പറയുന്നത് ശരിക്കും വാമന ജയന്തിയാണ്. ശ്രീകൃഷ്ണ ജയന്തിയും ശ്രീരാമ ജയന്തിയും ഒക്കെ ആഘോഷിക്കുന്നത് മാതിരി നാം ആഘോഷിക്കേണ്ടത് വാമന ജയന്തിയായിട്ട് ഒരു അവതാരമാണ് വന്നിരിക്കുന്നത്. അപ്പം അവതരിച്ചതുകൊണ്ട് നല്ല ദിവസമായി മാറിയതാണ്. അല്ലാതെ ഓണം പണ്ടേ ഒരു നക്ഷത്രമാണ് ഓണം എന്ന് പറയുന്നത്. തിരുവോണം ഒരു നക്ഷത്രമാണ്. 27 നക്ഷത്രങ്ങൾ ചിങ്ങമാസത്തിലെ ഒരു നക്ഷത്ര ദിനത്തിനെയാണല്ലോ നാം ഓണം എന്ന് പറയുന്നത്. അത് ആദ്യമേ നന്നായതല്ല. അപ്പം ഗുരുദേവൻ പറഞ്ഞു, നല്ല പ്രവൃത്തി എപ്പോൾ ചെയ്യുന്നുവോ ആ നിമിഷം നല്ല മുഹൂർത്തമാണ്, ആ ദിവസം നല്ല ദിവസമാണ്, ആ മാസം ഏതാണോ അത് നല്ല മാസമാണ്, ആ വർഷം ഏതാണോ അത് നല്ല വർഷമാണ്. നന്മ ചെയ്തിട്ടാണ് നാം നല്ല മുഹൂർത്തം ഉണ്ടാക്കേണ്ടത്. അല്ലാതെ നല്ല മുഹൂർത്തം കാത്തിരുന്ന് ആ നല്ല മുഹൂർത്തത്തിൽ ഒരു തിന്മ ചെയ്തുകൊണ്ട് എന്ത് കാര്യമുള്ളത്? അതുകൊണ്ട് നന്മ ചെയ്യാൻ മുഹൂർത്തം നോക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു സഹോദരൻ ഹരിനാമ കീർത്തനത്തിലെ ഒരു ശ്ലോകത്തിൻ്റെ ആശയം എന്നോട് ചോദിച്ചിരിക്കുകയാണ്. ചെമ്മട്ടിപ്പൂണ്ട് കടിഞ്ഞാണും മുറുക്കിയുടെ നിത്രാത്മജനൊരു രുതിതേർ പൂട്ടി നിന്നു സ്വത ചെമ്മേ മറഞ്ഞൊരു ശരം കൊണ്ട് കൊന്നതോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശ്ലോകമാണ്. ഈ ശ്ലോകത്തിൻ്റെ ആശയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പേ ഇതത്തോടെ എനിക്ക് പറയാനുള്ളത്, ഹരിനാമ കീർത്തനത്തെക്കുറിച്ച് 9 ദിവസം ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഹരിനാമ കീർത്തനത്തെക്കുറിച്ച് 9 ദിവസങ്ങളിലായിട്ട് നമ്മൾ കേൾക്കാൻ പോകുമ്പോൾ ഇതിൻ്റെ പൂർണ്ണരൂപം ഇവിടെ പറയുന്നുണ്ട്. എങ്കിലും ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് ചോദിച്ചതുകൊണ്ട് മാത്രം പറയുകയാണ്. ഇവിടെ എഴുത്തച്ഛൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. തുഞ്ചത്തെഴുത്തച്ഛൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, ഹേ ഭഗവാൻ, അങ്ങ് തന്നെ രാമനായിട്ടും വന്നു, അങ്ങ് തന്നെ കൃഷ്ണനായിട്ടും വന്നു. ഒരു ഭാഗത്ത് അങ്ങ് എന്ത് ചെയ്തു? യാതൊരു വിധത്തിലുള്ള അധൈര്യവുമില്ലാതെ ധൈര്യത്തോടു കൂടിയിട്ട് ആയുധം പോലും എടുക്കാതെ അങ്ങ് അർജുനൻ്റെ തേരാളിയായി വന്ന് അർജുനനെ രക്ഷിച്ചു കൃഷ്ണനായി വന്നപ്പോൾ. എന്നാൽ അതേ അങ്ങ് തന്നെ രാമനായി വന്നപ്പോൾ ആയുധം എടുത്തുകൊണ്ട് മാറി മറഞ്ഞ് ഒളിഞ്ഞിരുന്നു കൊണ്ട് ബാലിയെ കൊല്ലുകയും ചെയ്തു. ഹേ ഭഗവാൻ, ഒരു ഭാഗത്ത് അങ്ങ് ഭീരുവായിട്ട് കാണിക്കുന്നു, മറുഭാഗത്ത് ആയുധമില്ലാഞ്ഞിട്ട് പോലും അങ്ങയുടെ ധൈര്യം കാണിക്കുന്നു. ഇത് രണ്ടും ചെയ്തത് അങ്ങാണല്ലോ, ഹരിനാരായണായ നമ. അങ്ങനെയുള്ള അങ്ങയെ ഞാനിതാ നമിക്കുന്നു എന്നാണ്. ഭഗവാന്റെ 2 വശങ്ങളെ കാണിച്ചുകൊണ്ട് തുഞ്ചത്തെഴുത്തച്ഛൻ പാടിയതാണ്. അപ്പം ഭഗവാന്റെ ആ അത്ഭുത ലീലകൾ എല്ലാം നമുക്ക് വിധി വൈപരീത്യമായി തോന്നും. ഒരു പ്രാവശ്യം ചെയ്യുന്നതല്ല മറ്റൊരു പ്രാവശ്യം ഭഗവാൻ ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് വി കനോട്ട് അണ്ടർസ്റ്റാൻഡ് ആൻഡ് വി കനോട്ട് മെഷർ എന്ന് പറയുന്നത്. അവതാരങ്ങളെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധ്യമല്ല. ഇതെന്താ അങ്ങനെ, അതെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഏകപത്നീവ്രതനായിട്ട് ശ്രീരാമൻ ജനിച്ചപ്പോൾ ബഹുപത്നീവ്രതനായിട്ട് 16,108 ഭാര്യമാരുമായി ശ്രീകൃഷ്ണ ഭഗവാൻ ഇവിടെ അവതരിച്ചു. ഇത് രണ്ടും കൃഷ്ണൻ്റെ വൈപരീത്യങ്ങളെയും രാമൻ്റെ വൈപരീത്യങ്ങളും ഒറ്റയ്ക്ക് ഭഗവാന്റെ വൈപരീത്യങ്ങളെ കാണിക്കുകയാണ് ചെയ്യുന്നത് എന്നർത്ഥം. അതുകൊണ്ട് ഹരിനാമകീർത്തനത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഹരിനാമകീർത്തനം ചൊല്ലുന്ന സമയത്ത് 9 ദിവസങ്ങളിലായിട്ട് ഇവിടെ പറയുന്നുണ്ട്. മറ്റൊരു ചോദ്യം ചോദിക്കുന്നത്, ബുദ്ധിയാണ് മറ്റു ജീവികളെ നിയന്ത്രിക്കുന്നതെങ്കിലും സ്വന്തം മനസ്സിനെയോ മറ്റുള്ളവരുടെ മനസ്സിനെയോ ശരിക്കും മനസ്സിലാക്കാൻ കഴിയാത്ത മനുഷ്യന് മൃഗത്തിന് മനസ്സില്ല എന്ന് പറയുവാൻ എങ്ങനെ കഴിയും? എന്താണ് ഈ പ്രസ്താവനയ്ക്ക് ആധാരം? ഇന്നലെ ഞാൻ പ്രഭാഷണ മധ്യേ പറഞ്ഞു, മൃഗങ്ങൾക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. നല്ല യുക്തിപരമായൊരു ചോദ്യമാണ് ഇദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. മൃഗങ്ങൾക്ക് മനസ്സില്ല എന്ന് പറയുന്ന മനുഷ്യന് മനുഷ്യൻ്റെ മനസ്സിനെക്കുറിച്ച് പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമുക്ക് നമ്മുടെ മനസ്സിനെ പോലും മനസ്സിലാക്കാൻ പറ്റാതെ മൃഗങ്ങൾക്ക് മനസ്സില്ലെന്നും മനസ്സുണ്ടെന്നും മനസ്സിലാക്കുവാൻ മനുഷ്യന് എങ്ങനെ സാധിക്കും?
ഇതിനെന്താണ് പ്രമാണം, ഇതിനെന്താണ് ആധാരം എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ഇറ്റ്സ് എ വണ്ടർഫുൾ ക്വസ്റ്റ്യൻ. നല്ലൊരു ചോദ്യമാണ്. ഇവിടെ ഈ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. മനസ്സിനെ ശരിക്കും മനസ്സിലാക്കാൻ കഴിയാത്ത മനുഷ്യന് ഇത് മനസ്സിലാക്കാൻ പറ്റില്ല. ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. മനുഷ്യനാണ് ഇത് പറയുന്നതെങ്കിൽ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റില്ല. മനുഷ്യന് മാത്രമാണ് മനസ്സിനെ മനസ്സിലാക്കാൻ കഴിയാത്തത്. എന്നാൽ മനുഷ്യാതീതരായ യോഗികൾക്കും ജ്ഞാനികൾക്കും അവതാര പുരുഷന്മാർക്കും അവരുടെ മനസ്സിനെ പരിപൂർണമായിട്ടും കൺട്രോൾ ചെയ്യാൻ കഴിയുന്നു. അതുകൊണ്ട് ഇത് പറഞ്ഞത് മനുഷ്യരല്ല. മനുഷ്യരാണിത് പറയുന്നതെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ചോദ്യം 100% ശരിയാണ്. മനുഷ്യന് അവനവൻ്റെ മനസ്സിനെ തന്നെ മനസ്സിലാക്കാൻ കഴിയാതെ പിന്നെ എങ്ങനെയാണ് മൃഗങ്ങളുടെ മനസ്സിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇതൊന്നും പറഞ്ഞത് മനുഷ്യരല്ല, മനുഷ്യാതീതരായ ആൾക്കാരാണ് ഇതൊക്കെ പറഞ്ഞത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് പൂർണ്ണമായും വിശ്വസിക്കുന്നു. കാരണം എനിക്ക് എൻ്റെ ഗുരുവിലുള്ള വിശ്വാസമാണ്. എൻ്റെ ഗുരുവാണിത് പറഞ്ഞത്. എൻ്റെ ഗുരു ഭഗവത്ഗീതയെ വ്യാഖ്യാനിക്കുമ്പോൾ ഇത് ആവർത്തിച്ച് പറയുകയുണ്ടായി. പല സജ്ജനങ്ങളോടും ആചാര്യന്മാരിൽ നിന്നും ഞാനിത് കേട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് ചോദ്യകർത്താവ് അദ്ദേഹത്തിനൊരു ഗുരു ഉണ്ടെങ്കിൽ ആ ഗുരുവിനോട് ചോദിക്കുമ്പോൾ ഇത് ശരിയാണെന്ന് ബോധ്യപ്പെടും. ഇതെല്ലാം വിശ്വാസമാണ്. ഒരു കാര്യം നമ്മൾ ഇന്നേ വരെ കേൾക്കാത്ത ഒരു കാര്യം ഒരാൾ പറയുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്താ ഉറപ്പ്? ഇപ്പോൾ നമ്മളോട് പറയുകയാണ് മരിച്ചു കഴിഞ്ഞാൽ നരകത്തിൽ പോകും സ്വർഗത്തിൽ പോകും. ഇതിപ്പോൾ എന്താ ഉറപ്പ്? വെറുതെ അങ്ങ് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നമുക്കത് വിശ്വസിക്കാൻ പറ്റുമോ? ചില ആൾക്കാർ മോക്ഷം ലഭിക്കും, എന്താ ഉറപ്പ്? ഇങ്ങനെ വെറുതെ പറഞ്ഞതുകൊണ്ടായോ? ഇതേ ചോദ്യമാണ് അർജുനൻ ചോദിച്ചത് കൃഷ്ണനോട്. കൃഷ്ണ, അങ്ങ് ഇങ്ങനെ പറയുന്നു അങ്ങനെ പറയുന്നു, എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല, ഇതിനൊക്കെ എന്താണ് ആധാരം, എന്താണ് ഉറപ്പ് എന്ന് അർജുനൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്ന് 18-ാം അധ്യായം വരെ അർജുനന് 100 സംശയങ്ങൾ. ആദ്യം യുദ്ധത്തെക്കുറിച്ച് സംശയങ്ങളായിരുന്നു. 12-ാം അധ്യായം കഴിഞ്ഞപ്പോൾ യുദ്ധത്തിൻ്റെ സംശയങ്ങൾ മാറി. പിന്നെ ഞാൻ അത് ചെയ്യണോ ഇത് ചെയ്യണോ, ഏതാണ് ശരി മറ്റേതാണ് ശരി എന്ന് പറഞ്ഞ് ഇങ്ങനെ ആകെ പ്രശ്നസങ്കീർണമായി. എല്ലാം പ്രശ്നസങ്കീർണമായപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞു തോറ്റു. 18 അധ്യായങ്ങളിലൂടെ എത്ര യോഗങ്ങൾ ഞാൻ പറഞ്ഞു, എത്ര ജ്ഞാനങ്ങൾ ഞാൻ പറഞ്ഞു, എത്ര കർമ്മങ്ങൾ ഞാൻ പറഞ്ഞു, എത്ര ധർമ്മങ്ങൾ ഞാൻ പറഞ്ഞു. എന്നിട്ടും അർജുന നിനക്ക് സംശയം മാറുന്നില്ലെങ്കിൽ അവസാനമായി എനിക്ക് നിന്നോട് പറയാനുള്ളത്, സർവധർമാൻ പരിത്യജ്യ, ഞാൻ ഇതുവരെ നിന്നോട് പറഞ്ഞ സകല ധർമ്മങ്ങളും കർമ്മങ്ങളും കൊണ്ടുപോയി വലിച്ചെറിയ്. മാമേകം ശരണം വ്രജ, അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിച്ഛാമി മാശുച. നിനക്ക് ഇനിയും മനസ്സിലാകുന്നില്ലെങ്കിൽ കൊണ്ടുപോയി വലിച്ചെറിയ, സകല കർമ്മങ്ങളെയും ധർമ്മങ്ങളെയും വലിച്ചെറിഞ്ഞ് എൻ്റെ പാദത്തിൽ മാത്രം ശരണം പ്രാപിച്ച് എന്നെ തന്നെ ശരണാഗതി അടഞ്ഞാൽ, ഹേ അർജുന, ഞാൻ നിന്നെ കൈപിടിച്ച് കരകയറ്റാം. ഇനി ഇതിനപ്പുറം കൃഷ്ണൻ എങ്ങനെയാ പറയാ? എന്നിട്ടും അർജുനന് സംശയം. ഇത് പറഞ്ഞിട്ടും അർജുനന് സംശയം ഉണ്ടായപ്പോൾ അവസാനം കൃഷ്ണൻ എന്താ പറഞ്ഞറിയോ? യഥേച്ഛസി തഥാ കുരു, നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യുക. ഭഗവാൻ അവതാരം പോലും ഇത് പറയേണ്ടി വന്നു. ഇനി യഥേച്ഛസി തഥാ കുരു, ഇതൊക്കെ നീ കേട്ടില്ലേ, നിന്നെ തോന്നിയത് മാതിരി ചെയ്യുക എന്ന് പറഞ്ഞു. ഇത് തന്നെയാണ് ഏതൊരു ചോദ്യകർത്താവിനോട് നമുക്കുള്ള മറുപടി. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കൂ. ഭഗവാൻ സത്യസായി ബാബ അദ്ദേഹത്തിൻ്റെ സത്യസായി സ്പീക്സ് വോളിയം നമ്പർ 4-ൽ എടുത്തു പറയുന്നുണ്ട്, മനുഷ്യന് മാത്രമേ മനസ്സുള്ളൂ, അതുകൊണ്ട് മനീഷി എന്ന് വിളിക്കുന്നു. മൃഗങ്ങൾക്കും ജലജീവികൾക്കും പക്ഷികൾക്കും മനസ്സില്ല എന്ന് പറയുന്നു. ഇങ്ങനെ അനവധി ആചാര്യന്മാർ ഇത് പറയുന്നുണ്ട്. ചോദ്യകർത്താവിനോട് എനിക്ക് പറയാനുള്ളത്, ഒന്നുകിൽ ഇത് വിശ്വസിക്കൂ, അതല്ലെങ്കിൽ യഥേച്ഛസി തഥാകുരു, അങ്ങയുടെ ഇഷ്ടം പോലെ വിശ്വസിക്കൂ. ഒരു നിർബന്ധവുമില്ല ഇതിൽ. ഞാനിവിടെ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങളിൽ അടിച്ചേൽപ്പിക്കുക എന്നൊരു ലക്ഷ്യം എനിക്കില്ല. ഞാൻ പൂർണ്ണമായിട്ടും ശരിയെന്ന് വിശ്വസിക്കുന്നത് മാത്രമേ നിങ്ങളോട് പറയുന്നുള്ളൂ. എനിക്കൊരു സംശയമുള്ള ഒരു ഭാഗവും ഞാൻ ഈ സദസ്സിൽ ഒരിക്കലും സംസാരിക്കില്ല. എൻ്റെ സംശയം തീർന്ന കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളോട് പറയുന്നു. അതിൽ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. കേൾക്കുന്ന നിങ്ങൾക്ക് കൊള്ളുകയോ തള്ളുകയോ ചെയ്യാം. നോ വൺ ക്യാൻ കമ്പൽ അതേഴ്സ്. ഇവിടെ ഒരു കമ്പൽഷനും ഇല്ല. ഇത് കേൾക്കൂ, കുറേ കേൾക്കൂ. കേട്ടിട്ട് നിങ്ങൾക്ക് ഏത് ശരിയെന്ന് തോന്നുന്നു ആ ശരി എടുക്കുക, നിങ്ങൾക്ക് തെറ്റെന്ന് തോന്നുന്നതിനെയൊക്കെ തള്ളുക.
ഇതുകൊണ്ട് എനിക്ക് പ്രയോജനമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് എന്നർത്ഥം. അതുകൊണ്ട് ഇതിൻ്റെ ആധാരം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ആധാരം എൻ്റെ ഗുരു പറയുന്നു എന്നുള്ളതാണ്. ചോദ്യകർത്താവിന് ഗുരു ഉണ്ടെങ്കിൽ ചോദിക്കുക, ആ ഗുരുവിൽ നിന്നും വ്യക്തമായ മറുപടി ലഭിക്കുന്നതാണ്. പിന്നെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്, ഞാനിവിടെ പ്രഭാഷണ മധ്യേ ഭഗവത്ഗീതയെക്കുറിച്ച് അതിൻ്റെ അർത്ഥം മമധർമ്മ എന്നാണെന്നും ശ്രദ്ധയെ വളരെ കേന്ദ്രീകൃതമായിട്ട് അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നതൊക്കെ പോലെ എന്താണ് കൗമാരം, എന്താണ് ബാല്യം, എന്താണ് യൗവനം, എന്താണ് വാർദ്ധക്യം എന്നതിനെക്കുറിച്ച് സംക്ഷിപ്തമായിട്ട് ഒന്ന് പറയാമോ എന്നാണ്. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് തന്നെ പറയാൻ പോകുന്നു. നമ്മളിപ്പോൾ 4 ദിവസമല്ലേ ആയിട്ടുള്ളൂ. 3 മാസവും 18 ദിവസമുള്ളൊരു യജ്ഞമാണിത്. ഓരോ വിഷയങ്ങളെക്കുറിച്ചും പരിപൂർണമായിട്ട് എന്താണ് ബാല്യം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് മണിക്കൂറുകളോളം സംസാരിക്കാനുണ്ട്. എന്താണ് യൗവനം, എന്നിട്ട് അതിൽ നിന്ന് സംക്ഷിപ്തമായിട്ട് എന്ത് കിട്ടുന്നു എന്നും പറയാനുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി പറയാനുള്ളത് കൊണ്ട് ആ ഭാഗങ്ങളിലേക്ക് ഞാൻ കടന്നാൽ നമ്മൾ മറ്റൊരു വിഷയത്തിലേക്ക് ആവുന്നത് കൊണ്ട് ചോദ്യകർത്താവിനോട് തൽക്കാലം ക്ഷമയാവണം. ഇതൊക്കെ ഇവിടെ വെച്ച് ഈ സദസ്സിൽ വീണ്ടും വീണ്ടും പറയുന്നതാണ്. ഞാൻ എൻ്റെ മനസ്സിൽ പറയാൻ തോന്നുന്നതിനെ ഞാൻ പിടിച്ചു വയ്ക്കുകയാണ്. കാരണം സബ്ജക്റ്റുകൾ വേറെ കിടക്കുന്നത് കൊണ്ട് ഞാൻ എന്തിനാ ഇപ്പം തന്നെ അതെല്ലാം പറഞ്ഞു തീർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സന്തോഷ വർത്തമാനവും നിങ്ങളോട് പറയാൻ പോകുന്നു. സദസ്സിൽ പലവരും ഇതെന്നോട് ആവർത്തിച്ച് ചോദിച്ചു, എന്തിന് ഇത്ര 2 മണിക്കൂർ നേരം ഇങ്ങനെ പറയുന്നു, 1.5 മണിക്കൂറാക്കിക്കൂടെ എന്ന്. അതുകൊണ്ട് ഇന്ന് മുതൽക്ക് 7:30 മണിക്ക് പ്രഭാഷണം നിർത്തുന്നതാണ്. 108 ദിവസമില്ലേ, ഇങ്ങനെ നമ്മൾ എന്തിനു ഈ ബഹളം കൂട്ടുന്നു എന്ന് എല്ലാവരും ചോദിക്കുന്നു. പലർക്കും വീട്ടിലെത്താൻ ബസ് കിട്ടുന്നില്ല, ഓട്ടോറിക്ഷ കിട്ടുന്നില്ല. ഞാനിവിടുന്ന് പോയി എൻ്റെ വീട്ടിലെത്തുന്നത് 10 മണിക്കാണ്. രാവിലെ ആയാൽ ഞാൻ മറ്റിടങ്ങളിലേക്ക് പ്രഭാഷണത്തിന് പോകുന്നു. തിരിച്ച് വൈകുന്നേരം പ്രഭാഷണം കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വരിക. എല്ലാ ദിവസവും പകൽ പ്രഭാഷണമുണ്ട്. അപ്പോൾ എനിക്കും അല്പം നേരത്തെ നിർത്തിയാൽ നന്ന്. അത് സദസ്സിൽ നിന്ന് നിരവധി ആൾക്കാർ പറഞ്ഞതുകൊണ്ട് ഇന്ന് മുതൽക്ക് 7:30 മണിക്ക് പ്രഭാഷണം നിർത്തുന്നതാണ്. 6 മണിക്ക് തുടങ്ങുകയും 7:30 മണിക്ക് നിർത്തുകയും ചെയ്യുന്നതാണ്. അത് നിങ്ങൾക്കൊരു സന്തോഷ വർത്തമാനം. പിന്നെ അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്, ഹൗ ടു പ്രിപ്പയർ ഫോർ ദ ഡെത്ത്. മരണത്തെ സ്വീകരിക്കാൻ നാം എങ്ങനെ തയ്യാറാവണം. അതും ഞാൻ ഇപ്പോൾ മറുപടി പറയുന്നില്ല. കാരണം ഭഗവത്ഗീത എന്ന് പറയുന്നത് എങ്ങനെ ജീവിക്കണമെന്നാണ്, എങ്ങനെ മരിക്കണം എന്നുള്ളൊരു ഗ്രന്ഥമാണ് ഭാഗവതം. അത് 9 ദിവസം ഇവിടെ പറയുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് അറിയാനുള്ളത് എങ്ങനെയാണ് മരിക്കേണ്ടത് എന്നാണ്. ഇപ്പോൾ പറയുന്നത് ഹൗ ടു ലിവ് എന്നാണ്. ഇനി ഹൗ ടു ഡൈ എന്നുള്ളത് മറ്റൊന്നാണ്. അതുകൊണ്ട് അത് 9 ദിവസങ്ങളിലായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് ആ വിഷയവും അപ്പോഴത്തേക്ക് മാറ്റിവെക്കുകയാണ്. വേറൊരു ചോദ്യം ജ്യോതിഷപരമാണ്. രോഹിണി, തിരുവാതിര, അവിട്ടം, പൂയം, മൂലം, മകം, പൂരാടം, ഭരണി, അത്തം, ആയില്യം, തൃക്കേട്ട, ചതയം, ഈ നക്ഷത്രങ്ങൾ സ്ത്രീ പുരുഷന്മാർക്ക് ഒന്നായി വന്നാൽ അവർ തമ്മിൽ ഭാര്യാഭർത്താക്കന്മാരാവാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ് അറിയാൻ താല്പര്യം. ഇത് ഒരു ജ്യോതിഷ കൺസൾട്ടേഷൻ ആവാൻ പറ്റില്ല. ഇതിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. സ്കൂൾ ഓഫ് തോട്ട്സ്, പരാശര മഹർഷിയും വരാഹമിഹിരനും എഴുതിയ ഹോരാശാസ്ത്രങ്ങൾ 2 തരം സ്കൂൾ ഓഫ് തോട്ട്സ് ആയിട്ട് ഇവിടെ 2 രീതിയിൽ പഠിക്കുന്നുണ്ട്. അതിൻ്റെ പുറമെ ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു പാരാവാരമാണ്, ഒരു വലിയ സമുദ്രമാണ്. ആ സമുദ്രത്തിൽ നിന്നും എന്നെപ്പോലെയുള്ള ആൾക്കാർ എനിക്ക് കൊള്ളാവുന്ന പാത്രത്തിൽ മുക്കിക്കൊണ്ടുവന്നിട്ട് പറയുകയാണ് ഫുള്ളാണ് എന്ന് പറയുകയാണ്. എന്താപ്പോൾ ഈ ഫുള്ള്? എൻ്റെ പാത്രം ഫുള്ളാണെന്നർത്ഥം. അങ്ങ് കിടക്കുകയാണ് പാരാവാരമായിട്ട്. വലിയ കടലിൽ നിന്ന് ചെറിയ പാത്രത്തിൽ മുക്കിക്കൊണ്ടുവന്ന് ഞാൻ ഫുള്ളാണെന്ന് പറയുന്നു. ഞാൻ ജ്യോതിഷത്തിൽ MA ഡിഗ്രി എടുത്തിട്ടുണ്ട്, PG എടുത്തിട്ടുണ്ട്, കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PG എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ എനിക്കറിയാം എൻ്റെ അറിവ് നിസ്സാരമാണെന്ന് എനിക്കറിയാം. കാരണം അത്രയും വലിയ അറിവാണ് പാരാവാരമായി കിടക്കുന്നത്. അതിൽ നിന്ന് തൽക്കാലം കൊണ്ടുവന്ന് ഞാൻ വലിയ ആളാണ്, ഞാൻ വലിയ ആളാണെന്ന് പറയുമ്പോൾ ജ്യോതിഷത്തിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്.
ഇതിൽ ഈ നാളുകളൊക്കെ ചില നാളുകൾ തമ്മിൽ വേദമുണ്ട്, ചില നാളുകൾ തമ്മിൽ മധ്യമരഞ്ജുണ്ട്, ചില നാളുകൾ ഷഷ്ടാഷ്ടമമുണ്ട്, ചില നാളുകൾ തമ്മിൽ ഒരേ നാളുകൾ ഒക്കുകയില്ല, ചിലത് മൂന്നാമത്തെ നാൾ ഒക്കുകയില്ല. അത് എല്ലാറ്റിനും ബാധകമല്ല. ചില നാളുകൾ ഒരേ നാൾ തന്നെ ഒക്കും, ചിലത് മൂന്നാമത്തെ നാൾ ഒക്കും. ഇങ്ങനെ മാറി മാറി പല രീതിയിലുള്ള സ്കൂൾ ഓഫ് തോട്ട്സാണ്. അതുകൊണ്ട് ഒറ്റയടിക്ക് ഇതെന്താ അങ്ങനെ എന്ന് പറയുവാൻ പ്രയാസമാണ്. നിങ്ങളൊരു കാര്യവുമായിട്ട് മക്കളുടെ കല്യാണം ചേർച്ച, ജാതക ചേർച്ച എന്നായിട്ട് 10 ജ്യോത്സ്യന്മാരെ കാണിച്ചു നോക്കൂ, 10 പേരും 10 അഭിപ്രായം പറയും. ഇതിപ്പോൾ ജ്യോതിഷത്ത് മാത്രമല്ല, ഒരു രോഗവുമായിട്ട് 2-3 ഡോക്ടർമാരെ മാറി മാറി കാണിച്ചു നോക്കൂ, ഡോക്ടർമാർ വ്യത്യസ്ത അഭിപ്രായക്കാരാണ്, ഡയഗ്നോസ് ചെയ്യുന്നൊക്കെ മാറിപ്പോകും. ഒരേ LLB പാസ്സായ ഒരു ജഡ്ജി തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നു, അടുത്ത ജഡ്ജി വെറുതെ വിടുന്നു. 2 പേരും പാസ്സായത് LLB തന്നെയാണ്. എന്നിട്ടെന്താ, ഒരാൾ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നു, മറ്റേ ആൾ വെറുതെ വിടുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? അപ്പം ഇതൊക്കെ അറിവിൽ നിന്ന് നാം എത്ര ഉൾക്കൊള്ളുന്നു എന്നനുസരിച്ചാണ്. അതിന് വ്യത്യസ്തമായ ഭാവങ്ങളുണ്ടാവും. അതുകൊണ്ട് ഒറ്റയടിക്ക് ഇതെന്താ അങ്ങനെ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ 100 കാരണങ്ങളിലൂടെയാണ് ഇതൊക്കെ തമ്മിൽ യോജിക്കാതെ പോകുന്നത്. എന്നാൽ ഇതൊക്കെ തമ്മിൽ വിവാഹം കഴിച്ചിട്ടും സുഖമായി ജീവിക്കുന്ന ദമ്പതികളെ കാണിച്ചു തരാം. അത് മറുഭാഗത്ത് ഇങ്ങനെയൊക്കെ ജ്യോത്സ്യന്മാർ പറ്റില്ല എന്ന് പറഞ്ഞിട്ടും സുഖമായി ജീവിക്കുന്ന ദമ്പതികളുണ്ട്. ജ്യോത്സ്യന്മാർ നിങ്ങൾക്ക് ഗജകേസരി യോഗമുണ്ട്. ഗജം എന്ന് പറഞ്ഞാൽ ആനയാണ്, ആനയുടെ ആയുസ്സുണ്ട്. ഗജകേസരി യോഗമുള്ള ആൾ 1000 പൂർണ്ണയന്ത്രന്മാരെ കാണുന്നവരെ ജീവിച്ചിരിക്കും. അപ്പോഴേക്ക് ചുരുങ്ങിയത് 84 വയസ്സെങ്കിലും ആവും. പഞ്ചമഹായോഗങ്ങൾ ഹംസയോഗം, രുചകയോഗം, മാളവയോഗം, ഭദ്രയോഗം, ശശയോഗം, ഈ 5 യോഗങ്ങളിൽ ഏതെങ്കിലും ഒരു യോഗമുണ്ടെങ്കിൽ തന്നെ 80 വയസ്സിലധികം ജീവിച്ചിരിക്കും എന്നൊക്കെ ഞങ്ങളെപ്പോലുള്ള ജ്യോത്സ്യന്മാർ നിങ്ങളോട് ഇങ്ങനെ പറയും. ഇത് പറഞ്ഞ പിറ്റേ ദിവസമായിരിക്കും ഒരു സുനാമി വരുന്നത്. ഗജകരി ഹെസരിക്കാരും അതിൽ പോയി, പഞ്ചമഹായോഗം ഉള്ളവരും അതിൽ പോയി. അതിൻ്റെ ബന്ധുക്കൾ ഉടനെ ജ്യോത്സ്യനെ കാണാൻ വരും. ഇതെന്തേ ഇപ്പം അന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ജ്യോത്സ്യൻ ഈ ഹോട്ടലിൽ നിന്ന് അടുത്ത ഹോട്ടലിലേക്കും എല്ലാം മാറിപ്പോകും. ഇങ്ങനെ പഞ്ചമഹായോഗവും ഗജകേസരി യോഗമുള്ള എത്രയോ ലക്ഷങ്ങൾ, ചൈനയിലെ ഒരു ഭൂമി കുലുക്കത്തിൽ 3 ലക്ഷം പേരങ്ങ് മരിച്ചു. ഗുജറാത്തിലും മഹാരാഷ്ട്രയിലൊക്കെ 10,000 മരിച്ചുപോയി. ഇവർക്കൊക്കെ പലർക്കും പഞ്ചമഹായോഗങ്ങൾ ഉണ്ടായിരുന്നു, പലർക്കും ഗജകേസരി യോഗം ഉണ്ടായിരുന്നു. ഇതൊക്കെ എന്തേന്ന് ചോദിച്ചാൽ, മനുഷ്യനെ 3 തര ശക്തികളാണ് മനുഷ്യനെ ബാധിക്കുന്നത്. ആദി ഭൗതികം, ആദി ദൈവികം, ആധ്യാത്മികം. ഇതിൽ ജ്യോതിഷം എന്ന് പറയുന്നത് ആദി ഭൗതികം മാത്രമാണ്. ജ്യോതിഷം മാത്രമല്ല, ഈ സൂര്യന് താഴെയുള്ള ഏത് പഠനവും ആദിഭൗതികം മാത്രമാണ്. എനി സബ്ജക്റ്റ് അണ്ടർ ദ സൺ ആദിഭൗതികമാണ്. എന്നാൽ ആദിദൈവികമാണ് ഭൂമി കുലുക്കങ്ങളും സുനാമിയും ഇതുപോലുള്ള കടൽക്ഷോഭങ്ങളും ലോകത്തുള്ള എല്ലാ പ്രകൃതിക്ഷോഭങ്ങളും ആദിദൈവീകമാണ്. അത് നമുക്കറിയാൻ പറ്റില്ല, ഒരു ജ്യോത്സ്യനും മുൻകൂട്ടി പറയാൻ പറ്റില്ല. കാരണം ആദിഭൗതികമാകുന്നൊരു വിഷയങ്ങളെ പഠിച്ചവൻ എങ്ങനെ ആദിദൈവികമായ കാര്യങ്ങൾ പറയുക? പിന്നൊന്ന് ആധ്യാത്മികമായ കാര്യങ്ങൾ, അതിലിതൊന്നും ബാധകമല്ല. ഇത് 3ൻ്റെയും പെർഫെക്ഷൻ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. ഓൺലി വൺ ഈസ് പെർഫെക്റ്റ്, ദ ആൾമൈറ്റി. വേറെ ആരും ഇവിടെ പെർഫെക്റ്റ് അല്ല. അതുകൊണ്ട് ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. ഇവിടെ ഏറ്റവും നല്ലത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കൺഫ്യൂഷൻ തീർക്കാൻ ബെറ്റർ സെലക്ട് എ ഫാമിലി അസ്ട്രോളജർ ആൻഡ് എ ഫാമിലി ലോയർ, ഫാമിലി ഡോക്ടർ. എന്നാൽ പിന്നെ അവർക്ക് നമ്മുടെ മുൻജന്മ കുറേ കാലമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നതുകൊണ്ട് കുറേയും കൂടി എളുപ്പത്തിൽ നമ്മളെ ഉപദേശിക്കാൻ പറ്റും. മാറി മാറി നാം ഡോക്ടർമാരെയും വക്കീലന്മാരെയും ജ്യോത്സ്യന്മാരെയും കാണാൻ നിന്നാൽ നമ്മുടെ പോക്കറ്റ് ഇങ്ങനെ കാലിയാവുമെന്നല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു സെലക്ഷൻ നല്ലതാണ്. വിശ്വാസമുള്ള ഒരാളെ സെലക്ട് ചെയ്താൽ നമുക്കിതൊന്നൊക്കെ ഒരു പതിവ്, ഇതിന് പ്രത്യേകമായിട്ട് ഇന്ന രീതി എന്ന് പറയുവാൻ സാധ്യമല്ല. ഇത്രയുമാണ് ഇന്നത്തെ ചോദ്യങ്ങൾ. ചോദ്യകർത്താക്കളോടൊക്കെ നന്ദിയുണ്ട്. ദയവ് ചെയ്ത് ഇതുപോലുള്ള ചോദ്യങ്ങൾ ഇനിയും ചോദിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഇന്ന് ഭഗവത്ഗീതയിലെ 5, 6, 7 3 ശ്ലോകങ്ങൾ താൽക്കാലികമായി ഒന്ന് വ്യാഖ്യാനിക്കുകയാണ്. ക്ലേശോദികരസ്തേഷാം അവ്യക്താസക്തചേതസാം അവ്യക്താഹി എതിർദുഃഖം ദേഹവദ്ഭിരവാപ്യതേ ഏതു സർവാണി കർമാണി മയി സന്യസ്യ മത്പര അനന്യേ നൈവ യോഗേന മാം ധ്യായന്ത ഉപാസതേ.
തേഷാമഹം സമുദ്ദത്ത മൃത്യു സംസാര സാഗരാത് ഭവാനി നജിരാർ പ്രാർത്ഥ മയ്യാവേശിത ചേതസാം എന്നാണ്. അപ്പോൾ ഇത്രയും ശ്ലോകങ്ങളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ക്ലേശോദികരസ്തേഷാം അവ്യക്താസക്ത ചേതസാം അവ്യക്താഹി കിതിർദുഃഖം ദേഹവദ്ഭിരവാപ്യത. ഹേ അർജുന, ദേഹമുള്ളിടത്തോളം കാലം നിനക്ക് മനസ്സിനെ മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ട് അവ്യക്തവും വളരെയധികം മനസ്സിലാക്കാൻ പ്രയാസവുമുള്ളതുമായിരിക്കുന്ന ആ ബ്രഹ്മത്തെ ദേഹമുള്ളിടത്തോളം കാലം നിനക്ക് അതിനെ മനസ്സിലാക്കുവാൻ സാധ്യമല്ല. കാരണം അത് ക്ലേശകരമാണ്. അതുകൊണ്ട് നിരാകാര ബ്രഹ്മസ്വരൂപത്തെ ധ്യാനിക്കുക, പൂജിക്കുക എന്നുള്ളത് മനുഷ്യ ശരീരമുള്ള കാലത്തോളം സാധ്യമല്ല എന്നാണ് കൃഷ്ണഭഗവാൻ പറയുന്നത്. നമ്മുടെ ഇടയിൽ ചില ആൾക്കാരുണ്ടാവും നമ്മുടെ വിഗ്രഹാരാധനയ്ക്ക് എതിരാണ്. ഞങ്ങൾക്ക് വിഗ്രഹമൊന്നും ആവശ്യമില്ല, ഞങ്ങൾ ആ പരബ്രഹ്മ സ്വരൂപത്തെ ധ്യാനിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യൻ ജനിച്ച അന്ന് നമ്മൾക്ക് രൂപവും നിറവും കണ്ടാണ് ഇവിടെ വളരുന്നത്. രൂപവും നിറവുമില്ലാത്ത ഒന്നിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനേ സാധ്യമല്ല. രൂപമില്ലാത്ത ഒന്നാണ് വെള്ളം, പക്ഷെ നമുക്കും അതിന് രൂപമുണ്ട്. ആ വെള്ളം ഏത് പദാർത്ഥത്തിൽ ഏത് പാത്രത്തിൽ നിൽക്കുന്നുവോ അതിൻ്റെ രൂപമെടുക്കുന്നു. നിറമില്ലാത്ത ഒന്നാണ് വെള്ളം, അത് എവിടെ നിൽക്കുന്നുവോ ആ വെള്ളം ആ പാത്രത്തിൻ്റെ നിറമെടുക്കുന്നു. അപ്പം നാം വെള്ളം എന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരു ചെറിയ നിറം വരുന്നുണ്ട്, നമ്മുടെ മുന്നിൽ ഒരു രൂപം വരുന്നുണ്ട്. അങ്ങനെ മനുഷ്യൻ ജനിച്ചന്ന് മുതൽക്ക് തന്നെ രൂപവും നിറവും കണ്ട് വളർന്നവനായതുകൊണ്ട് അരൂപനായിരിക്കുന്ന ഒന്നിനെക്കുറിച്ച് ചിന്തിക്കുവാൻ മനുഷ്യന് സാധ്യമല്ല. എത്ര കാലം? ദേഹമുള്ളിടത്തോളം കാലം സാധ്യമല്ല അത്രേ. അത് വളരെ ക്ലേശകരമാണ്. ക്ലേശോദികരസ്തേഷാം അവ്യക്താസക്ത ചേതസാം അവ്യക്താഹി കിതിർദുഃഖം ദേഹവദ്ഭിരവാപ്യത എന്ന്. ദേഹമുള്ളിടത്തോളം കാലം അത് പ്രയാസമാണ്. എന്നാൽ ചില ആൾക്കാർക്ക്, യോഗികൾക്ക് അഥവാ ജീവൻ മുക്തന്മാരായ ആൾക്കാർക്ക് ദേഹമുണ്ടെങ്കിലും അത് സാധ്യമാണ്. അത് ഏതുപോലെയും ചോദിച്ചാൽ ഈ തേങ്ങയും കൊട്ടത്തേങ്ങയും പോലെയാണ്. തേങ്ങ എന്ന് പറഞ്ഞാൽ അത് നാളികേരത്തിൻ്റെ അതിൻ്റെ കട്ടിയുള്ള തോടും തേങ്ങയുമായിട്ട് അടുപ്പിച്ച് ഒട്ടിപ്പിടിച്ച് കിടക്കുക. നമ്മൾ ചിരകിയിട്ട് വേണം അതൊന്ന് വേർപെടുത്തുവാൻ. ഇതാണ് സാധാരണ നമ്മുടെയൊക്കെ സ്ഥിതി. എന്നാൽ ചില ആൾക്കാർ പാകം വന്ന് അനുഭവജ്ഞാനത്തിലൂടെ കൊട്ടത്തേങ്ങയായി മാറുമ്പോൾ ഈ ചിരട്ടയുമായിട്ട് ഒരു ബന്ധവുമില്ല, ദേഹവുമായി ഒരു ബന്ധവുമില്ലാതെ തനിക്ക് ദേഹമുണ്ടെന്ന് മറ്റുള്ളവർക്ക് തോന്നുകയല്ലാതെ അതിങ്ങനെ കുലുങ്ങുന്നത് വെള്ളമല്ല, ചിരട്ടയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അതിൻ്റെ കാമ്പ് കുലുങ്ങിക്കൊണ്ടേയിരിക്കുന്നു. നിഷ്പ്രയാസം അത് എടുത്ത് പുറത്തേക്കെടുക്കാവുന്നതാണ്. അവരെ ജീവൻ മുക്തന്മാരെന്നും ജ്ഞാനികളെന്നും യോഗികളെന്നും പറയുന്നു. ഇതെല്ലാവർക്കും സാധ്യമല്ല. പക്ഷെ അവിടേക്ക് എത്തുവാൻ നാം വിചാരിച്ചാൽ സാധിക്കുമത്രേ. അങ്ങനെ വിചാരിച്ചാൽ സാധിക്കില്ലായിരുന്നുവെങ്കിൽ ഈ ആത്മീയതയ്ക്ക് എന്ത് പ്രത്യേകതയാണ് പിന്നുള്ളത്? ഞാനും നിങ്ങളും വിചാരിച്ചാൽ നമുക്ക് ആത്മീയമായ ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റില്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഇവിടെ വരുന്നത്? എന്തിന് ഗ്രന്ഥങ്ങൾ വായിക്കുന്നു, എന്തിന് പറയുന്നു, എന്തിന് കേൾക്കുന്നു? ഇതിൻ്റെയൊക്കെ പിന്നിൽ ആകെയുള്ള ആശയ്ക്ക് അവകാശം എന്താ? മനുഷ്യൻ വിചാരിച്ചാൽ സാധിക്കും എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഡാർവിൻ തിയറിയും പറയുന്നത്. ഡാർവിൻ തിയറി എന്താ പറയുന്നത്? സിംഗിൾ സെല്ലായിട്ടുള്ള അമീബയിൽ നിന്ന് പരിണമിച്ച് വാനരനായി മാറി, വാനരിൽ നിന്ന് ആദിമ മനുഷ്യനായി മാറി, ആദിമ മനുഷ്യൻ ഇന്നത്തെ മനുഷ്യനായി മാറി. എന്നിട്ട് ഡാർവിൻ പറഞ്ഞോ ഇനി മനുഷ്യന് പരിണാമമില്ല എന്ന്? ഡാർവിൻ പറഞ്ഞിട്ടില്ല. ഡാർവിൻ അങ്ങ് ചത്തുപോയിട്ടേ ഉള്ളൂ. പരിണാമം നിന്നിട്ടൊന്നുമില്ല. അപ്പം മനുഷ്യൻ ഇനിയും പരിണമിക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഡാർവിൻ തിയറി പ്രകാരം ഇത് അവസാനത്തതല്ല. മനുഷ്യൻ ഇനി പരിണമിച്ചാൽ എന്തായി മാറും? പരിണാമം താഴോട്ടല്ല, പരിണാമം മുകളിലോട്ടാണ്. പരിണാമം പോസിറ്റീവാണ്, ഒരിക്കലും നെഗറ്റീവല്ല. അപ്പോൾ ഒരു സെല്ല് മാത്രമുള്ളതായ ഒരു ജീവിയിൽ നിന്ന് കോടാനുകോടി സെല്ലുകളുള്ളതായ മനുഷ്യനിലെത്തിയിട്ട് ഇനിയും മനുഷ്യൻ വീണ്ടും പരിണമിച്ചാൽ മനുഷ്യൻ മനുഷ്യാതീതനായി മാറാം എന്നാണ് ആ ശാസ്ത്രം പോലും നമ്മളോട് പറയുന്നത്. ഇത് തന്നെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണനും എല്ലാ ആചാര്യന്മാരും നമ്മളോട് പറയുന്നത്. രത്നാകരൻ വാൽമീകി മഹർഷിയായി മാറിയില്ലേ? എത്ര അനുഭവങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ചെറുപ്പകാലങ്ങളിൽ എന്തെല്ലാം വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്താലും നമ്മൾ ക്രമേണ പ്രയത്നിച്ച് നമുക്ക് മനുഷ്യാതീതരായി മാറാം. ഇതാണ് ഹൈന്ദവ ഫിലോസഫിയുടെ സകല രത്നച്ചുരുക്കവും. മാൻ ക്യാൻ ബിക്കം ഗോഡ്.
ഓർ മാൻ ക്യാൻ ബിക്കം എ സൂപ്പർമാൻ എന്നാണ്. നമുക്കൊരു സൂപ്പർമാനായി മാറാം. എൻ്റെ ആരാധ്യപുരുഷനായ ഭഗവാൻ ശ്രീ സത്യസായി ബാബ പറയുന്നു, നിങ്ങൾ ഓരോരുത്തരും അവതാരമാണ്. നിങ്ങൾക്ക് എന്നെപ്പോലെ ഉയരാൻ പറ്റും. ഭഗവാൻ ബാബ അഭിസംബോധന ചെയ്യുമ്പോൾ സഹോദരീ സഹോദരന്മാരെ, നാട്ടുകാരെ, മഹാജനങ്ങളെ, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്നൊന്നും പറയാറില്ല. അദ്ദേഹം അഭിസംബോധന ചെയ്യുമ്പോൾ ദിവ്യാത്മസ്വരൂപത്തോടു കൂടിയവരെ, പ്രേമാത്മസ്വരൂപത്തോടു കൂടിയവരെ, അവതാര സ്വരൂപത്തോടു കൂടിയവരെ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ അഭിസംബോധന ചെയ്യാൻ കാരണം? ഒരു ഗുരുപൗർണമി ദിവസം അദ്ദേഹം പറയുകയാണ്, ഇന്നിവിടെ ധാരാളം ജനങ്ങളുണ്ട്. ഇതിൽ ഭൂരിഭാഗം ആൾക്കാരും എന്നെ ആദ്യമായിട്ട് കാണാൻ വന്നവരാണ്. നിങ്ങൾ എന്നെ കാണാൻ വരാനുള്ള കാരണം എൻ്റെ ഭക്തന്മാരിൽ നിന്ന് എന്നെപ്പറ്റി കേട്ടിട്ടാണ് നിങ്ങളിവിടെ വരുന്നത്. ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ട് എൻ്റെ ഭക്തന്മാരുടെ വാക്കുകൾ കേട്ടിട്ട്. ഭഗവാൻ ബാബയുടെ പ്രസംഗമാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഭക്തന്മാർ നിങ്ങളോട് പറഞ്ഞു ഞാൻ ഈശ്വരനാണ് എന്ന്. നിങ്ങൾക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഈ സംശയത്തോടു കൂടിയാണ് നിങ്ങൾ പലവരും ഇന്നിവിടെ വന്നിരിക്കുന്നത്. എൻ്റെ ഭക്തന്മാരും നിങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായേക്കാം. പക്ഷേ ഞാനും നിങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവേണ്ട കാര്യമില്ല. നിങ്ങൾ എന്നെ ഈശ്വരനായി കാണണമെന്ന് ആരും നിങ്ങളോട് നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് ഞാൻ എന്താകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതൊക്കെ ആവാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾക്കെന്നെ ചങ്ങാതിയായി കാണാമെങ്കിൽ ഞാൻ നിങ്ങളെ ചങ്ങാതിയായി കാണാം. നിങ്ങൾക്കെന്നെ പിതാവായി കാണാമെങ്കിൽ ഞാൻ നിങ്ങളെ മക്കളാക്കാൻ തയ്യാറാണ്. നിങ്ങൾക്കെന്നെ സഹോദരനായി കാണാമെങ്കിൽ നിങ്ങളും എൻ്റെ സഹോദരനാണ്. നിങ്ങൾക്കെൻ്റെ ഗുരുവായി കാണാമെങ്കിൽ ഞാൻ നിങ്ങളെ ശിഷ്യരാക്കാൻ തയ്യാറാണ്. പക്ഷേ അവസാനം അദ്ദേഹം പറയുകയാണ്, നിങ്ങളെന്നെ ദൈവമായി കണ്ടാലും കണ്ടില്ലെങ്കിലും ഞാൻ നിങ്ങളെല്ലാവരെയും ദൈവമായി കാണുന്നു. ഇതാണത്ര ആകെ ചെറിയൊരു വ്യത്യാസമുള്ളത്. നമുക്ക് അങ്ങോട്ട് ബാബയെയും അമ്മയെയും ഒക്കെ അംഗീകരിക്കാൻ നമുക്ക് പ്രയാസമുണ്ട്. എല്ലാ ദിവ്യാത്മാക്കളെയും നമുക്ക് അംഗീകരിക്കാൻ പ്രയാസമുണ്ട്. പക്ഷേ ആ ദിവ്യാത്മാക്കൾക്ക് ഇങ്ങോട്ട് അംഗീകരിക്കാൻ പ്രയാസമില്ല. അവർ നമ്മളെയൊക്കെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ദിവ്യാത്മസ്വരൂപത്തോടു കൂടിയവരെ എന്ന് നമ്മൾ അഭിസംബോധന ചെയ്യുകയാണ്. എന്നിട്ട് മഹാത്മാക്കൾ പറയുന്നു, നമ്മൾ പ്രവർത്തിച്ചാൽ നമുക്ക് ദിവ്യാത്മാവായി മാറാം. ഇന്നലെ വരെ നാം എന്തു ചെയ്തു എന്നുള്ളത് പ്രശ്നമേ അല്ല. നമ്മൾ ഈ ജന്മത്തിൽ ഇന്നലെ വരെ നാം മോശക്കാരായിരുന്നു വിചാരിക്കുക. ധാരാളം തെറ്റുകളും കുറ്റങ്ങളും ചെയ്തവരാണെന്ന് വിചാരിക്കുക. ഇപ്പം എന്നെ പറ്റിയൊക്കെ ഇവിടെ പലവരും പുകഴ്ത്തി പറഞ്ഞു. ഫസ്റ്റ് ഡേ മുതൽക്ക് എന്നെ പറ്റിയൊക്കെ പലവരും പുകഴ്ത്തി പറഞ്ഞു. ഒരു വ്യക്തിയെക്കുറിച്ച് ശരിക്കും അറിയണമെങ്കിൽ എവിടെ പോയിട്ട് അന്വേഷിക്കേണ്ടത് അറിയോ? സ്വന്തം നാട്ടിൽ പോയിട്ട് അന്വേഷിക്കണം. എന്നാൽ ആ വ്യക്തി ആരാണെന്ന് മനസ്സിലാവും. വാണി ചൈതന്യയാണ്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഇത്ര നേരം ദിവസം കൂടുമ്പോഴേ ഭക്ഷണം കഴിക്കുള്ളൂ, പണം കൈകൊണ്ടുകൂടാ ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ പുകഴ്ത്തി. നിങ്ങൾക്ക് സത്യം അറിയണമെങ്കിൽ എൻ്റെ നാടാകുന്ന മാവൂർ പുഴയുടെ അക്കരെയുള്ള വാഴക്കാട് വന്ന് ചോദിക്കൂ, നിങ്ങൾ ഈ നാരായണൻകുട്ടിയെ അറിയുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ നാട്ടുകാർ പറയും, ഇതുപോലൊരു കള്ളനെ ഞങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് പറയും. അതേ വിശ്വസിക്കാവൂ. സ്വന്തം നാട്ടുകാർ പറയുന്നതാണ് വിശ്വസിക്കേണ്ടത്. കാരണം അവർക്ക് എന്നെ അറിയാം, എൻ്റെ പിതാവിനറിയാം, എൻ്റെ പിതാവിൻ്റെ കുടുംബം അറിയാം, എല്ലാവർക്കും അറിയാൻ കഴിയും. അതാണ് നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നത് എന്നാണ്. അപ്പോൾ കഴിഞ്ഞുപോയ കാര്യങ്ങൾ എന്തോ ആകട്ടെ, കഴിഞ്ഞുപോയവരെല്ലാം എൻ്റെ നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ എത്ര കള്ളനാണെങ്കിൽ പോലും എൻ്റെ ഗുരു എന്നോട് പറഞ്ഞിരിക്കുന്നത്, എന്നിട്ട് നിരാശ ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഈ നിമിഷം എനിക്ക് എൻ്റെ എല്ലാ ദുഷ്കർമ്മങ്ങളെയും ദുഷ്ചെയ്തികളെയും ദുസ്സംഗങ്ങളെയും ദുഷ്ചിന്തകളെയും ദുഷ്വാക്കിനെയും ഇല്ലാതാക്കിക്കൊണ്ട് എനിക്ക് സദ്ഭാവങ്ങളിലേക്ക് ഉയരാൻ കഴിയുമെന്ന് ശ്രീകൃഷ്ണ ഭഗവാനും സകല ശാസ്ത്രങ്ങളും നമ്മളോട് പറയുന്നു. ഏതുപോലെയെന്ന് ചോദിച്ചാൽ, ഈ ഹാള് ഒരു 50 വർഷമായിട്ട് അടച്ചു പൂട്ടി ഇതിനകത്ത് ഇരുട്ടാക്കി എന്ന് വിചാരിക്കുക. ഇതിനകത്ത് രണ്ടാമത് പ്രകാശം കൊണ്ടുവരാൻ ഇനിയൊരു 50 വർഷം ആവശ്യമില്ല. ഒരു തീപ്പെട്ടിക്കോല് ഉരച്ചാൽ 50 വർഷത്തെ ഇരുട്ടുമില്ലാതെയായി. അല്ലാതെ മറ്റൊരു 50 വർഷം കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളും ഞാനും ഇതിനു മുമ്പ് എന്തെല്ലാം ദുഷ്ചെയ്തികൾ ചെയ്തോട്ടെ, ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ്. പാസ്റ്റ് ഈസ് പാസ്റ്റ്, ഇറ്റ് വോണ്ട് കം ബാക്ക്. അതിലൊന്നും നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈ നിമിഷം നമുക്ക് നല്ലത് ചെയ്യാൻ കഴിഞ്ഞാൽ അവിടെയാണ് നാം മനുഷ്യാതീതനാവാൻ വേണ്ടിയുള്ള ഉയർച്ചയാണ്. അതുകൊണ്ട് ഏതൊരു മനുഷ്യനും മനുഷ്യാതീതനാവാൻ പറ്റും. പക്ഷേ ദേഹഭ്രാന്തിയുള്ളവർക്ക് അത് ക്ലേശകരമാണ്.
അതുകൊണ്ട് അർജുന, ദേഹഭ്രാന്തി ഉള്ളിടത്തോളം കാലം നീ എന്നെ തന്നെ മനുഷ്യരൂപമാകുന്ന മജ്ജയും മാംസവും രക്തവും അസ്ഥിയുമുള്ള ഈ രൂപത്തെ തന്നെ നീ ധ്യാനിക്കുക. നിരാകാര നിഷ്കാമ നിർഗുണ നിത്യസത്യമുക്തമാകുന്ന സച്ചിദാനന്ദ സ്വരൂപത്തെ നിനക്ക് ഇപ്പോഴുള്ള ഈ അവസ്ഥയിൽ ധ്യാനിക്കുക എന്നുള്ളത് ക്ലേശകരമാണ് എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു. ഏതു സർവാണി കർമാണി മൈ സന്യസ്യ മത്പര അനന്യേ നൈവയോഗേന മാം ധ്യായന്ത ഉപാസതേ. സർവകർമ്മങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് ആരാണോ മനസ്സുകൊണ്ട് സന്യാസിക്കുന്നത്, എന്നിട്ട് മത്പര, ഭഗവത്ഗീത ആകെ 3 വാക്കുകളെ കൊണ്ട് പൂർണ്ണമാക്കാൻ കഴിയും നമുക്ക്. മത്പര എന്ന് പറഞ്ഞാൽ എല്ലാറ്റിലും വെച്ച് ഞാനാണ് വലുത് എന്ന ബോധ്യത്തിനാണ് അത്രേ മത്പര. എല്ലാറ്റിലും വെച്ച് ഞാനാണ് ഇഷ്ടദേവതാതീത സ്വരൂപനായിക്കൊണ്ട്, സർവദേവതാതീത സ്വരൂപനായിക്കൊണ്ട് ഞാൻ മാത്രമാണ് പെർഫെക്റ്റായി നിൽക്കുന്നത് എന്ന വിശ്വാസത്തോടു കൂടി എന്നിൽ നിനക്ക് വിശ്വാസമുറപ്പിച്ചാൽ ഭഗവത്ഗീത മത്പര എന്ന് പറയും. രണ്ടാമത് ഗീതയുടെ ഒരു വാക്കുണ്ട്, മത് കർമ്മ. അങ്ങനെ വിശ്വസിക്കുന്നവർ ചെയ്യുന്ന സകല കർമ്മങ്ങളും എനിക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന കർമ്മങ്ങളായിരിക്കും. അപ്പോൾ അതിൻ്റെ പേര് മത് കർമ്മ. മൂന്നാമത്തെ ഒരു പേരുണ്ട് മത് ഭക്ത, അവൻ എൻ്റെ ഭക്തനായി മാറുന്നു. അപ്പോൾ ഗീത 3 വാക്കുകളെ കൊണ്ട് നമുക്ക് സംക്ഷിപ്തമായി പറയാം. മത്പര, മത് കർമ്മ, മത് ഭക്ത. ഇതോടുകൂടി ഗീത കഴിയുകയാണ്. നാം ആരിലാണോ വിശ്വസിക്കുന്നത് അത് സർവദേവതാ സ്വരൂപനായിക്കൊണ്ട് അതിലപ്പുറം ഇനി ഒന്നുമില്ല എന്ന് പരിപൂർണ ശരണാഗതിക്ക് മത്പര എന്ന്. അതാണ് ശ്രീകൃഷ്ണൻ ഇവിടെ പറയുന്നത്. ഏതു സർവാണി കർമാണി മൈ സന്യസ്യ മത്പര. സകല കർമ്മങ്ങളെയും സന്യസിച്ചുകൊണ്ട് ഞാൻ മാത്രമാണ് ഏകനായിട്ട് ഏറ്റവും വലുതായി നിൽക്കുന്നവൻ എന്ന ചിന്താഗതിയോടുകൂടി അനന്യേ നൈവയോഗേന മാം ധ്യായന്ത ഉപാസതേ എന്ന. എല്ലാറ്റിനെയും ഒഴിവാക്കിക്കൊണ്ട് എന്നെ മാത്രം ധ്യാനിച്ചുകൊണ്ട് ആരുപാസിക്കുന്നുവോ, ഞാൻ എന്നിലും വലുതായിട്ട് ഇനി ആരുമില്ല എന്ന് മനസ്സിലാക്കി സകല കർമ്മങ്ങളെയും നീ സന്യസിച്ചുകൊണ്ട് നിന്റെ മനസ്സിൽ പരിപൂർണമായിട്ടും നീ എന്നെ ധ്യാനിക്കുകയാണെങ്കിൽ, അടുത്ത ശ്ലോകവും അതിൻ്റെ ബാക്കിയാണ്. തേഷാമഹം സമുദ്രത്താമിത്യ സംസാരസാഗരാത് ഭവാനി നജിരാർ പ്രാർത്ഥ മയ്യാവേശിത ചേതസാം. അങ്ങനെയുള്ള ആൾക്കാരെ മരണത്തിന് ശേഷം ഈ സംസാര സാഗരത്തിൽ നിന്ന് നീ എപ്പോഴെങ്കിലും മരിക്കുമല്ലോ, ആ മരണത്തിന് ശേഷം ഞാൻ തന്നെ നിന്നെ നിത്യമുക്തനാക്കി ഉയർത്തിക്കൊണ്ടുപോകാം എന്ന ഗ്യാരണ്ടിയാണ് കൊടുക്കുന്നത്. ഇതിലപ്പുറം ഒരു ഗ്യാരണ്ടി എങ്ങനെയാണ് ഭഗവാൻ ചെയ്യാൻ കഴിയുക? പരബ്രഹ്മസ്വരൂപത്തെ ഒന്നും പ്രാർത്ഥിക്കേണ്ട, മജ്ജയും മാംസവും രക്തവും അസ്ഥിയുമുള്ള എന്നെ തന്നെ നീ പ്രാർത്ഥിച്ചാൽ, പക്ഷെ അതിൻ്റെ ഒരു കണ്ടീഷൻ വീണ്ടും വെച്ചു, മത്പര. ഞാൻ നിസ്സാരനാണെന്ന് നീ വിചാരിക്കരുത്. ഞാനാണ് സർവറ്റിലും വെച്ച് അതീതനായി നിൽക്കുന്ന ആ പൂർണ്ണശക്തി എന്ന വിശ്വാസം നിനക്ക് വേണം. ആ വിശ്വാസത്തോടു കൂടി നീ എന്നിലെല്ലാം അർപ്പിച്ചുകൊണ്ട് എന്നെ തന്നെ ധ്യാനിച്ചു കൊണ്ടിരുന്നാൽ ഞാനിതാ ഉറപ്പു തരുന്നു എന്നാണ്. സംസാര സാഗരത്തിൽ നിന്ന് നീ മരിക്കുന്ന സമയത്ത് മരണശേഷം ഞാൻ നിന്നെ കൈപിടിച്ച് പരിപൂർണമായ മോക്ഷപ്രാപ്തിയിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ ശ്ലോകങ്ങളുടെ സംക്ഷിപ്തം. ഇതിൽ നമുക്ക് വ്യാഖ്യാനങ്ങൾ ആവശ്യമാണ്. ഇവിടെ ദേഹത്തിലെ എല്ലാവിധ കർമ്മങ്ങളെയും മനസ്സുകൊണ്ട് സന്യസിക്കാനാണ് പറയുന്നത്. മനസ്സുകൊണ്ടേ സന്യസിക്കാൻ പറയുന്നുള്ളൂ. സന്യാസയോഗത്തെക്കുറിച്ച് മാത്രമേ ഇവിടെ സംസാരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സന്യാസം എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത് കർമ്മയോഗേണ സന്യാസിനാം എന്നാണ്. കർമ്മയോഗം തന്നെ സന്യാസിമാർക്കുള്ളതാണ് അത്രേ. അപ്പം സന്യാസിമാർക്ക് വേണ്ടി മാത്രമാണ് കർമ്മയോഗം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. സന്യാസി എന്ന് പറഞ്ഞാൽ കാവ്യവസ്ത്രം എടുത്തുകൊണ്ട് എല്ലാറ്റിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിട്ട് ആരും കരുതാൻ പാടില്ല. അയാൾ എല്ലായ്പ്പോഴും മനസ്സുകൊണ്ടെല്ലാം സന്യസിക്കണം. എന്നിട്ട് ദേഹം ഈശ്വരൻ തന്നത് കർമ്മം ചെയ്യുവാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണല്ലോ കർമ്മണ്യേ, രണ്ടാമത്തെ സാഖ്യയോഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു, കർമ്മണ്യേ വാദികാരസ്തേ മാബലേഷു കഥാചന മാ കർമ്മബലഹേതുർബുർ മാതേ കർമ്മസ്ഥകർമ്മിണി. ഹേ അർജുന, നിനക്ക് കർമ്മം ചെയ്യുവാൻ മാത്രമേ അധികാരമുള്ളൂ, അല്ലാതെ അതിൻ്റെ ഫലം ഇച്ഛിക്കുവാൻ നിനക്ക് അധികാരമില്ല. ഈശ്വരൻ നിനക്ക് ശരീരം തന്നിരിക്കുന്നത് കർമ്മം ചെയ്യുവാൻ വേണ്ടിയാണ്. ഫലം കിട്ടില്ലെന്ന് വിചാരിച്ച് കർമ്മം ചെയ്യാതിരുന്നാൽ അത് പാപമായിരിക്കുമെന്നാണ്.
അപ്പം കർമ്മം ചെയ്യാതിരിക്കുന്നത് വലിയൊരു പാപമാണത്രേ. അതുകൊണ്ട് കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക. പിന്നീട് പറയുന്നു, വൈലോപ്പള്ളി പറയുന്നുണ്ട്, കർമ്മം ചെയ്യുകയാണ് എൻ്റെ ധർമ്മം, അത് ഫലിപ്പിക്കലോ നിന്റെ ധർമ്മം എന്ന് പറയുന്നു. നമ്മുടെ ധർമ്മം ഇങ്ങനെ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഈശ്വരൻ്റെ കർമ്മമാണ് അത് ഫലിപ്പിക്കൽ. അതേ സമയത്ത് മനസ്സ് നാം കൊടുക്കേണ്ടത് ഈശ്വരനിലേക്കാണ്. ദേഹമല്ല ഈശ്വരന് കൊടുക്കുക. ഈശ്വരൻ എന്തിനാ ഈ ദേഹം? ഈശ്വരൻ തന്നതാണ് ഈ ദേഹം. നമുക്കെന്തിനാ ഈ ദേഹം ഈശ്വരന് കൊടുക്കേണ്ട ആവശ്യം? നാം കൊടുക്കേണ്ടത് നമ്മുടെ മനസ്സാണ് ഈശ്വരന് കൊടുക്കേണ്ടത്. ആ മനസ്സ് ഈശ്വരനെ സമർപ്പിക്കുമ്പോഴാണ് ധ്യാനം എന്ന് പറയുന്നത് എന്ന്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ധ്യാനത്തെക്കുറിച്ച് ഒന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കാം. എന്താണ് ധ്യാനം എന്ന്? ധ്യാനം എന്ന് പറയുന്നത് ധാരാളം കടമ്പകളുണ്ട്. ഈ കടമ്പുകളെല്ലാം കയറി ധ്യാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ധ്യാന എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ബുദ്ധി വേറെയല്ല എന്ന, ധ്യാബുദ്ധി ന വേറെയല്ല എന്നാണ്. നമ്മുടെ വിചാരം ഇപ്പോൾ ആത്മാവ്, ബുദ്ധി, ശരീരം എന്നാണ്. ആത്മാവിൽ നിന്ന് ബുദ്ധി ഉണ്ടായി, ബുദ്ധിയിൽ നിന്നാണ് മനസ്സും ശരീരമൊക്കെ ഉണ്ടായത്. ഈശ്വരനോട് കൂടി ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ബുദ്ധിയാണ്. ഈ ബുദ്ധിയും ഈശ്വരനും വേറെയല്ല, ഇത് രണ്ടും ഒന്നാണ് എന്ന അവസ്ഥ വരുമ്പോൾ ധ്യാന എന്ന് വരും. ആ അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ അടുത്ത എത്തുന്നതാ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നാണ്. ബുദ്ധി വേറെയല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് സമാധി. ബുദ്ധിയും ഈശ്വരനും സമമായി മാറുന്നു. പിന്നെ നമ്മുടെ ബുദ്ധി കൊണ്ട് വേണ്ടാത്ത ചിന്തകളൊന്നുമില്ല. നമ്മൾ ഈ ബുദ്ധി ഈശ്വരനങ്ങ് അർപ്പിക്കുകയാണ്. അത് ബുദ്ധി അടങ്ങുകയാണ്. പിന്നെ അവിടെ ഈശ്വര ബുദ്ധിയല്ലാതെ മറ്റൊന്നുമില്ല. ആ അവസ്ഥയിലേക്ക് നാം എത്തണമെങ്കിൽ ധാരാളം ചുവടുകളുണ്ട്, ധാരാളം സ്റ്റെപ്പുകളുണ്ട്. ധ്യാനത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് മൗനമായിരിക്കുക എന്നുള്ളത്. മൗനമായിരിക്കുവാൻ വേണ്ടി ഏകാന്തമായ സ്ഥലം അന്വേഷിച്ച് പോകാൻ പാടില്ല. ഇപ്പം നമ്മൾ ഈ പട്ടണത്തിന് നടുവിലല്ലേ നമ്മളിവിടെ ഇരിക്കുന്നത്. പട്ടണത്തിന് നടുവിൽ നമ്മൾ ഏകാന്തമായ സ്ഥലമൊന്നും അന്വേഷിച്ച് പോയിട്ടില്ലല്ലോ. നമ്മൾ ഹിമാലയങ്ങൾ തിരഞ്ഞു പോയിട്ടില്ല, വനങ്ങൾ തിരഞ്ഞു പോയിട്ടില്ല. പട്ടണത്തിൻ്റെ ഇടയിലും നാം ഇപ്പോൾ ഇവിടെ ഏകാന്തത അനുഭവിക്കുന്നു. ഈ ഏകാന്തത എന്ന് പറയുന്നത് നാം ക്രിയേറ്റ് ചെയ്തുണ്ടാക്കണം. ആത്മീയ ധ്യാനം ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ആദ്യം ചെയ്യേണ്ടത് സൈലൻസ് പഠിക്കണം. സൈലൻസ് ഈസ് നെക്സ്റ്റ് ഗോഡ്ലിനെസ് എന്നാണ്. ദൈവത്തിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് സൈലൻസ് ആണ്. അതുകൊണ്ട് പൊതുവെ പറയാറുണ്ട്, സൈലന്റ് നേച്ചർ ഈസ് ഓൾവേസ് റെസ്പെക്റ്റഡ് ബൈ ദ പബ്ലിക് എന്ന് പറയും. ഒരാൾ സൈലൻ്റായി നിന്നാൽ അയാളെ ജനങ്ങൾക്ക് പോലും ഇഷ്ടമാണ്. അയാൾ പാവാണെന്ന് പറയും. വല്ലാതെ വായാടിയായ അയ്യോ അവനാൾ മോശക്കാരനാന്ന് പറയും. നമ്മളെപ്പോഴും കഴിയുന്നതും സൈലൻ്റ് ആവണം. അനാവശ്യമായിട്ടുള്ള വാക്കുകളും സംസാരങ്ങളും കുറച്ച് കൊണ്ടുവരണം. അപ്പം ധ്യാനത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ശീലിക്കേണ്ടത് സൈലൻസ് എന്നാണ്. പുട്ടപ്പുറത്തിൽ പോയാൽ നമുക്ക് എപ്പോഴും കാണാൻ കഴിയുന്ന, ബാക്കിയുള്ള സകല ആത്മീയ കേന്ദ്രങ്ങളിൽ നിന്നും വ്യത്യാസം നമുക്ക് കാണാൻ കഴിയുന്ന പുട്ടപ്പുറത്തിൽ അത് കാണാൻ കഴിയും. ലക്ഷക്കണക്കിന് ജനങ്ങൾ കൂടുന്നിടത്തും പുറമേ നോക്കിയാൽ നമുക്ക് തോന്നും അതിനകത്ത് ആരുമില്ല. അതിനകത്തും കയറി നോക്കുമ്പോൾ സായി കൽവന്ത് ഹാളിൽ ഇങ്ങനെ 10,000 നിശബ്ദമായി ശ്വാസം വലിക്കുന്ന പോലും അറിയാതിരിക്കുമ്പോൾ സൈലൻസ് ഈസ് നെക്സ്റ്റ് ഗോഡ്ലിനെസ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ ഏറ്റവും അടുത്തെത്തുകയാണ്. എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത് എന്ന് നാം അറിയണമെങ്കിൽ ധ്യാനത്തിൻ്റെ ആദ്യ കടമ്പ എന്ന് പറയുന്നത് സൈലൻസ് സിറ്റിംഗ് ആണ്. നിശബ്ദമായിരിക്കുവാൻ. അത് കുട്ടികളെയൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പഠിപ്പിക്കണം. നിശബ്ദമായിരിക്കാൻ പഠിപ്പിക്കണം. കുട്ടികളിങ്ങനെ തുള്ളിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നിശബ്ദത വായ കൊണ്ട് മാത്രം പോരാ, എല്ലാം കൊണ്ടും നിശബ്ദമായിരിക്കണം. ഇന്നത്തെ കുട്ടികൾ കൈ തീരെ നിശബ്ദതയില്ല. അവരെവിടെയെങ്കിലും എത്തിയായിട്ട് തിരിച്ചു, അത് പിടിച്ചു, വലിച്ചു, ഒരു പേനയുണ്ടെങ്കിൽ അത് താഴ്ത്തി പൊട്ടിച്ചു, പേപ്പർ വെയിറ്റ് പൊട്ടിച്ചു, പിന്നെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അവിടെ കൈകൾ നിശബ്ദമല്ല. മനുഷ്യൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളും നിശബ്ദമാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തണം. അപ്പം അതിനാദ്യം ദേഹചലനങ്ങളെ പോലും നിശബ്ദമാക്കുവാൻ സാധിക്കണം. ഈ നിശബ്ദതയിൽ നിന്നാണ് ധ്യാനത്തിൻ്റെ ഉയർച്ച നമുക്കുണ്ടാകുന്നത്. അപ്പം ധ്യാനത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് പറഞ്ഞത്, ആത്മീയമായി ആനന്ദ സ്വരൂപത്തിലെത്തണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഭക്ഷണം ആണ് നിയന്ത്രിക്കേണ്ടത് എന്ന് പറഞ്ഞതുപോലെ, ആരാണോ ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ധ്യാനത്തിലൂടെ ഭഗവാൻ ചേരാൻ ആഗ്രഹിക്കുന്നത്, അയാൾ ആദ്യം ചെയ്യേണ്ടത് സൈലൻ്റ് ആയിരിക്കുകയാണ് വേണ്ടത്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്.
ഒരു കഥ പറയാറുണ്ട്. ഒരു കച്ചവടക്കാരൻ്റെ കയ്യിൽ 2 തത്തകളുണ്ടായിരുന്നു. ആ കച്ചവടക്കാരൻ തത്തകളെ വേണോ എന്ന് പറഞ്ഞ് തത്തകളെ വിൽക്കാൻ നടന്നു. 2 പേര് ഈ കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്ന് തത്തകളെ വാങ്ങിച്ചു. ഒരു തത്തയെ വാങ്ങിച്ചത് ആ നാട്ടിലെ തെമ്മാടിയും ഗുണ്ടയും റൗഡിയും മദ്യപാനിയുമായ ഒരാളാണ് ഒരു തത്തയെ വാങ്ങിച്ചത്. മറ്റേ തത്തയെ വാങ്ങിച്ചത് ആ നാട്ടിലെ ഏറ്റവും വലിയ ഭക്തനും ബ്രാഹ്മണനുമാകുന്ന ഒരു ഗൃഹസ്ഥൻ വാങ്ങിച്ചു. ഇങ്ങനെ 2 തത്തകളെ 2 പേർ വാങ്ങിച്ചു. ഒരു കച്ചവടക്കാരൻ്റെ കയ്യിൽ തത്തകൾ 2 വീടുകളിലായി. തെമ്മാടിയുടെ വീട്ടിൽ വളരുന്ന തത്ത ഈ ഗുണ്ടയും റൗഡിയും തെമ്മാടിയും മദ്യപാനിയുമായ ഇയാൾ കുടിച്ച് ലക്കും ലഗാനയുമില്ലാതെ അർദ്ധരാത്രിയിൽ കയറി വന്ന് പറയുന്നത് മുഴുവൻ തെറിയ. തത്ത ഇത് മുഴുവൻ കേൾക്കാൻ തുടങ്ങി. തത്തമ്മയുടെ പ്രത്യേകത എന്താ? തത്തമ്മേ പൂച്ച പൂച്ച പറയുന്നത് മുഴുവൻ ഇങ്ങോട്ട് കേൾക്കും. നമ്മൾ തത്തമ്മയോട് തത്തമ്മയെ പൂച്ച പൂച്ച പറഞ്ഞാൽ തത്തമ്മ അത് തിരിച്ചു പറയും. തത്തമ്മയെ പൂച്ച പൂച്ച എന്ന് ഇങ്ങോട്ട് തിരിച്ചു പറയും. അപ്പം എന്തൊന്ന് കേൾക്കുന്നുവോ അത് അതേപടി റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ കുറച്ചു കാലം ഈ റൗഡിയുടെ വീട്ടിൽ തത്തമ്മ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ തത്തമ്മ നല്ല നല്ല ഡിക്ഷണറി ഇല്ലാത്ത അശ്ലീലങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങി. അതൊക്കെ തത്തമ്മ ഹൃദ്യസ്ഥമാക്കി. എടാ പോടാ നായെ പട്ടി കഴുത എന്നൊക്കെ ഇങ്ങനെ നാമം ചെല്ലുന്നമാര് തത്തമ്മ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് ആരോടെങ്കിലും ഒന്ന് പ്രയോഗിക്കണ്ടേ? ഒരു ദിവസം തത്തമ്മ വിചാരിച്ചു തൻ്റെ യജമാനോട് തന്നെ ഇതൊന്ന് പ്രയോഗിച്ചളയാൻ വിചാരിച്ചു. അർദ്ധരാത്രിയിൽ മദ്യപിച്ച് ഇങ്ങനെ ആടി ആടി വരുന്ന യജമാനോട് എടോ പട്ടി നായെ കഴുതേ എന്ന് തത്തമ്മ അങ്ങ് വിളിച്ചു. അപ്പം ഇത് സ്ഥിരം ഇയാളെ തൊഴിലെന്താ? ഇയാൾ വരിക, വാതിലിന് ചവിട്ടുക, എന്നിട്ട് ഭാര്യയും മക്കളെ അടിക്കുക, അവരെ തെറി പറയുക. ഇത് ഇയാളെ സ്ഥിര ഏർപ്പാടാണ്. പക്ഷെ തന്നെ ആരും ഇന്നേ വരെ ഇങ്ങോട്ട് പറയുമെന്നാൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. കാരണം ഭാര്യ മക്കൾ അടങ്ങി ഒതുങ്ങി ഈ തൊഴിലെല്ലാം കേട്ടും കണ്ടും ഇങ്ങനെ ഇരിക്കും. എന്നാൽ താൻ വളർത്തുന്ന തത്ത എന്നുമുള്ളതിന് വ്യത്യസ്തമായിക്കൊണ്ട് തന്നെ ഇങ്ങനെ അശ്ലീലത്തിൽ പട്ടി നായെ കഴുതേ എന്നൊക്കെ വിളിക്കാൻ തുടങ്ങി. മദ്യപിച്ചിട്ടാണ് വരുന്നതെങ്കിലും തൻ്റെ ബോധമനസ്സ് പ്രവർത്തിക്കാതിരുന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇത് കേൾക്കാൻ സാധിക്കുന്നില്ല. ഉടനെ അദ്ദേഹം ചെന്ന് വളരെ ക്രോധത്തോടുകൂടി ആ കൂട് തുറന്ന് തത്തയെ പിടിച്ച് കഴുത്ത് ഞെരുക്കി വലിച്ചെറിഞ്ഞു. മറ്റുള്ളവരെ ഇഷ്ടം പോലെ തെറി പറയാം, പക്ഷെ തനിക്കൊരു തെറി പോലും കേൾക്കുവാനും സഹിക്കുവാനും അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അതൊരു പക്ഷി പറഞ്ഞപ്പോഴേക്കും അദ്ദേഹം അതിനെ കൊന്നുകളഞ്ഞു. മറ്റേ തത്തമ്മയുടെ സ്ഥിതി എന്താ? അത് വളരുന്നത് ആ നാട്ടിലെ ഗൃഹസ്ഥനും ഭക്തനുമാകുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠൻ്റെ വീട്ടിലാണ് വളരുന്നത്. ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ്റെ വീട്ടിൽ കാലത്ത് 3 മണിയായാൽ എന്താ അവിടെ സംഭവിക്കുന്നത്? അവിടെ ഓങ്കാരധ്വനികളെ കൊണ്ട് മുഴുവൻ അന്തരീക്ഷവും ഇങ്ങനെ നാമധപങ്ങളെ കൊണ്ട് മുഖരിതമാവുകയാണ്. ഓം എന്ന് 3 മണിയായാൽ അവിടെയുള്ള എല്ലാവരും വിളിക്കുന്നു. അത് കഴിഞ്ഞ് അവർ ശ്രീ വെങ്കടാചലപതിം തവ സുപ്രഭാതം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പിന്നെ അവർ പൂജകളൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാ പരബ്രഹ്മ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അഷ്ടോത്തരങ്ങൾ ചൊല്ലുന്നു, സഹസ്രനാമം ചൊല്ലുന്നു, അർച്ചനകൾ ചെയ്യുന്നു. ഇതെല്ലാം മാസങ്ങളോളം കേട്ട് ഇത് മുഴുവൻ തത്തമ്മ ബൈഹാർട്ടാക്കി. ഇനി ഇവർ ടൈം പീസ് അലാറം വെച്ച് ഇത് നിൽക്കേണ്ട ആവശ്യമില്ല. കൃത്യം 3 മണിയായാൽ തത്തമ്മ ഓം എന്നാരംഭിക്കും. ഓങ്കാരവും സുപ്രഭാതവും ഭജനകളും അഷ്ടോത്തരങ്ങളും ജപങ്ങളും ഗായത്രി മന്ത്രങ്ങളും എല്ലാം തത്തമ്മ ജപിക്കാൻ തുടങ്ങി. ഇതോടുകൂടി ഗൃഹസ്ഥനും ഭാര്യയ്ക്കും മക്കൾക്കും തത്തമ്മയോട് സ്നേഹം കൂടി. അവർക്ക് തൻ്റെ വീട്ടുകാരോടുള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹം കൂടി. സ്നേഹം കൂടിയാൽ എന്താ സംഭവിക്കുക? സംരക്ഷണം കൂടും. സാധാരണ ഒരു കൂട്ടിലാണ് തത്തയെ ഇതുവരെ ഇട്ടിരുന്നത്. അപ്പോൾ അവർ തോന്നി ഇനി തത്തയെ സാധാരണ കൂട്ടിലിട്ടാൻ പറ്റില്ല, കാരണം ഈ തത്ത നമുക്കൊരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് നല്ല ഇരുമ്പ് കമ്പികൾ വണ്ണമുള്ള അഴിക്കൂടുകൾക്കുള്ളിൽ തത്തയാക്കി. തത്തയ്ക്ക് ആകെ മനപ്രയാസമായി. കാരണം ഞാൻ ഇങ്ങനെയൊക്കെ സ്നേഹിച്ച് ഇവരെ കൂടെ നിന്ന് ഇങ്ങനെ ഓരോ ദിവസവും അവരെന്നെ കൂടുതൽ ബന്ധനസ്ഥയാക്കുകയാണ്. അപ്പോൾ തത്തമ്മയ്ക്ക് ഇതൊക്കെ പറഞ്ഞാലും ഈ കൂട് വിട്ട് ആകാശത്തിൻ്റെ വിവാഹയസിലേക്കൊന്ന് പറന്നുയരണമെന്ന് തത്തയ്ക്ക് ആഗ്രഹമുണ്ട്. അതിന് ഘടകവിരുദ്ധമായിട്ട് ഓരോ ദിവസവും അതിനെ ബന്ധനസ്ഥയാക്കിക്കൊണ്ടിരിക്കുകയാണ്.
തത്തമ്മയ്ക്കതിൽ വിഷമമുണ്ട്. എങ്കിലും നാമം ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ ഇതൊക്കെ ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ തത്തമ്മയ്ക്ക് തോന്നി, എനിക്ക് സ്വാതന്ത്ര്യം വേണം, എനിക്ക് ആകാശത്തിലേക്ക് പറന്നുയരണം. അപ്പോൾ വീട്ടിൽ വരുന്നവരൊക്കെ സ്വാത്വികന്മാരാണ്. ഭക്തന്മാരും ബ്രാഹ്മണന്മാരും സ്വാത്വികന്മാരും സന്യാസിമാരും യോഗികളുമാണ് ഈ ബ്രാഹ്മണൻ്റെ വീട്ടിൽ വരുന്നവരൊക്കെ. അവരൊക്കെ കാണുമ്പോൾ തത്തമ്മ അവരൊക്കെ സ്വീകരിക്കും. എന്തിനധികം പറയുന്നു, പിതാവിനെ പുറത്ത് കാണുമ്പോഴേക്കും തത്തമ്മ പറയും പിതൃദേവോ ഭവ, മാതാവിനെ കാണുമ്പോൾ മാതൃദേവോ ഭവ, കുട്ടികളെ ട്യൂഷൻ എടുക്കാൻ വരുന്ന ആചാര്യന്മാരെ കാണുമ്പോൾ ആചാര്യദേവോ ഭവ, ഗുരുദേവോ ഭവ, വീട്ടിലാരെങ്കിലും അതിഥി വരുമ്പോഴേക്കും അതിഥി ദേവോ ഭവ. ഇങ്ങനെ തത്തമ്മ ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്. വരുന്ന ആൾക്കാരോടൊക്കെ തത്തമ്മ മെല്ലെ സ്വകാര്യത്തിൽ അടുത്തേക്ക് വിളിക്കും. എന്നിട്ട് ഓരോ ഭക്തന്മാരോട് ചോദിക്കും, എനിക്കൊരു സംശയമുണ്ട്, അതൊന്ന് തീർത്തു തരുമോ? ഇപ്പോൾ ഭക്തന്മാർ ചോദിക്കും, എന്താ സംശയം? എനിക്ക് ഈ കൂട് വിട്ടൊന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട്, അതിനൊരു വഴി പറഞ്ഞു തരുമെന്ന്. വരുന്നവരൊക്കെ ആത്മീയ ചിന്താഗതിക്കാരായതുകൊണ്ട് അവരെ വിചാരം കൂട് വിട്ട് പുറത്തു പോകുക എന്ന് പറഞ്ഞാൽ മോക്ഷം കിട്ടുക എന്നാണ് അവരെ വിചാരം. തത്തമ്മ ചിന്തിക്കുന്നത് ആകാശത്തേക്ക് പറക്കാനാണ്. പക്ഷേ ഇവർ പറയുന്നത്, തത്തമ്മേ, നിനക്ക് കൂട് വിട്ട് പോകാൻ പറ്റില്ലെങ്കിൽ ലോകത്തിൽ ആർക്കാ കൂട് വിട്ട് പോകാൻ പറ്റുക? അതുകൊണ്ട് ഹരേ രാമ 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 എന്ന് ജപിച്ചുകൊണ്ടിരിക്കുന്നു. നിൻ്റെ ഭാഗ്യല്ലേ ഇങ്ങനെ സത്സംഗം കിട്ടിയത്, അതുകൊണ്ട് ജപിക്കുക ജപിക്കുക എന്ന് പറഞ്ഞു. ഇതെല്ലാവരും പറഞ്ഞു. തത്തമ്മ കൂടുതൽ ജപിക്കാൻ തുടങ്ങി. ജപിച്ച് അവസാനം തത്തമ്മ ഒരാളോട് ചോദിച്ചു, ഇതെന്താ എനിക്ക് ഇത്ര ജപിച്ചിട്ടും കൂട് വിട്ടു പോകാൻ പറ്റാത്തത്? അപ്പോഴും അയാൾ പറഞ്ഞു, അല്ല, ഇനിയും ജപിക്കുകയാണ്. അപ്പോൾ തത്തമ്മ പറഞ്ഞു, ജപിക്കുന്തോറും എൻ്റെ കൂടിൻ്റെ കട്ടി കൂടുകയാണല്ലോ ചെയ്യുന്നത്, അവരെന്നെ കൂടുതൽ ബന്ധനസ്ഥരാക്കുക, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ആർക്കും മറുപടിയില്ല. ഇത് ബ്രാഹ്മണനോടും കുടുംബത്തോടും ചോദിക്കാറില്ല, കാരണം അവർക്ക് കേട്ടാൽ മോശമല്ലേ. അങ്ങനെ ഇരിക്കുമ്പോൾ സന്യാസി വന്നു. സന്യാസി ദേവോ ഭവ എന്നെല്ലാം പറഞ്ഞ് സന്യാസിയെ പിടിച്ചിരുത്തി സന്യാസിയോട് ചോദിച്ചു, അല്ലയോ സന്യാസി ശ്രേഷ്ഠ, എനിക്കൊരു സംശയമുണ്ട്, എനിക്ക് ഈ കൂട് വിട്ട് പുറത്തു പോകണമെന്ന് ആഗ്രഹമുണ്ട്, ഒന്ന് ഉത്തരം തന്നാലോ? സന്യാസി ചോദിച്ചു, നീ ഇതിന് മുമ്പ് ഈ ചോദ്യം ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? തത്തമ്മ പറഞ്ഞു, നിരവധി ആൾക്കാരോട് ചോദിച്ചു. അവരൊക്കെ എന്താ മറുപടി പറഞ്ഞത്? അവരൊക്കെ പറഞ്ഞു, നാമം ചൊല്ലിക്കൊണ്ടേയിരിക്കാൻ. എന്നിട്ടിപ്പോൾ നിൻ്റെ സ്ഥിതി എന്താ? നാമം ചൊല്ലി കൂടിന് കട്ടി കൂടുകയാണ്, എനിക്ക് കൂട് വിട്ട് പുറത്തു പോകാൻ പറ്റുന്നില്ല. ഉടനെ സന്യാസി പറഞ്ഞു, എങ്കിൽ അതേ ഉത്തരം ഞാനും പറഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഞാൻ പോയി എൻ്റെ ഗുരുവിനെ കണ്ട് നിൻ്റെ ചോദ്യം ഗുരുവിനോട് ചോദിച്ച് ഗുരുവിൻ്റെ ഉത്തരവുമായി നാളെ ഈ നേരത്ത് തിരിച്ചു വരാമെന്ന് പറഞ്ഞ് സന്യാസി തിരിച്ചുപോയി. അപ്പോൾ തത്തമ്മയ്ക്ക് വളരെ സന്തോഷമായി. ഒരാളെങ്കിലും വ്യത്യസ്തമായ ഉത്തരവുമായിട്ട് നാളെ വൈകുന്നേരം വരുമല്ലോ എന്നായി. ഈ സന്യാസി നേരെ പോയി ഗുരുവിനെ കണ്ടിട്ട് ചോദിച്ചു, ഗുരു, ഞാനിങ്ങനെ ബ്രാഹ്മണശ്രേഷ്ഠൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ വളർത്തുന്ന തത്ത കൂട് വിട്ട് പുറത്തു പോകാൻ എന്താ വഴിയും ചോദിച്ചു. പലരും പറഞ്ഞു നാമം ചൊല്ലാൽ മതിയെന്ന്. പക്ഷേ തത്തമ്മയ്ക്കത് വിശ്വാസമാവുന്നില്ല. നാമം ചൊല്ലും തോറും കൂടിനെ കട്ടി കൂടുന്നു. എന്താണ് ഞാൻ തത്തമ്മയ്ക്ക് കൊടുക്കേണ്ട ഉപദേശം? ഈ ഉപദേശത്തിന് എന്താണ് കൊടുക്കേണ്ടതെന്ന് കേൾക്കേണ്ട താമസം ഗുരു ബോധം കെട്ട് താഴെ. ഇത് സന്യാസി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഗുരുവിനെ ശുശ്രൂഷിച്ചുകൊണ്ടേയിരുന്നു. ഗുരു അബോധാവസ്ഥയിലാണ്. രാത്രി മുഴുവൻ ശുശ്രൂഷിച്ചു, ഗുരുവിന് ബോധം വരുന്നില്ല. സന്യാസിക്ക് ആകെ പ്രയാസമായി. പകലും ഗുരു അബോധാവസ്ഥയിൽ കിടക്കുന്ന. അവസാനം തത്തമ്മയോട് പറയാനുള്ള സമയമായി, ഗുരുവിന് ബോധവുമില്ല. അപ്പോൾ സന്യാസി വിചാരിച്ചു, ഇനി ഓടിപ്പോയി തത്തമ്മയുടെ അടുത്ത് നിന്ന് അവിടുത്തെ ബ്രാഹ്മണനെയും കുടുംബത്തെയും മുഴുവൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് എൻ്റെ ഗുരുവിനെ ശുശ്രൂഷിക്കാൻ അവരെയും കൂടി കൂട്ടുകയല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് ശുശ്രൂഷിക്കാൻ പറ്റുന്നില്ല. ഗുരുവിന് എന്തെങ്കിലും സംഭവിക്കുമോ? തത്തമ്മയോട് മാപ്പും പറയാം, നിൻ്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല എന്നും മാപ്പും പറയാമെന്ന് വിചാരിച്ച് ഈ സന്യാസി ബ്രാഹ്മണശ്രേഷ്ഠൻ്റെ വീട്ടിൽ വന്നപ്പോൾ തത്തമ്മ ചിറകിട്ടടിച്ച് സന്തോഷത്തോടു കൂടി ഇദ്ദേഹത്തെ സ്വാഗതം ചെയ്യുക. ഉത്തരം കിട്ടിയോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ സന്യാസി പറഞ്ഞു, ക്ഷമിക്കണം തത്തമ്മേ, എൻ്റെ ഗുരുവിനോട് ഞാൻ നിൻ്റെ ചോദ്യം ചോദിച്ചു. ചോദ്യം കേട്ട ഉടനെ തന്നെ അദ്ദേഹം അബോധാവസ്ഥയിലേക്ക് പോയി. ഈ സമയം വരെ അദ്ദേഹം നിശ്ചലനാണ്. അതുകൊണ്ട് നിനക്ക് ഉത്തരം തരാൻ എൻ്റെ കയ്യിലില്ല. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ബ്രാഹ്മണനെയും കുടുംബത്തെയൊക്കെ ഗുരുവിനെ ശുശ്രൂഷിക്കാൻ കൊണ്ടുപോകാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് ഇത് കേട്ടപ്പോൾ ബ്രാഹ്മണരും കുടുംബാംഗങ്ങളും ദുഃഖിതരായി. അവരെല്ലാവരും കൂടി സന്യാസിയുടെ കൂടെ ഗുരുവിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി വരാന്തയിലെത്തി. വാതിൽ പൂട്ടുന്ന സമയത്ത് തത്തമ്മ ഉണ്ട് ഉറക്കെ ഉത്തരം കിട്ടി എന്ന് പറഞ്ഞാൽ കൂടിട്ട് അലറി ചിറകിട്ടടിച്ച് കൂട് പൊളിക്കുകയാണ്. ഉത്തരം കിട്ടി എന്ന് പറഞ്ഞിട്ട് സന്യാസി അല്പനേരം നോക്കി നിന്നു. ബ്രാഹ്മണ കുടുംബവും അല്പനേരം നോക്കി നിന്നു. ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. തത്തമ്മയുടെ സന്തോഷത്തിന് അതിരില്ല. ഉത്തരം കിട്ടി എന്ന് പറയുന്നു. എന്തോ ആവട്ടെ എന്ന് വിചാരിച്ച് നോക്കി നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട് സന്യാസിയും ബ്രാഹ്മണ കുടുംബവും ഗുരുവിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഗുരു സുഖമായിട്ട് ബോധത്തോടു കൂടി യാതൊരു അസുഖവും ഇല്ലാതെ ഇരിക്കുകയാണ്.
അപ്പോൾ സന്യാസി ചോദിച്ചു, ഗുരു അങ്ങ് കഴിഞ്ഞ രാത്രി മുഴുവൻ അബോധാവസ്ഥയിൽ ഞാനൊരു മയക്കമായിരുന്നു, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, നിങ്ങളൊക്കെ മടങ്ങിപ്പോയിക്കോന്നു. ഇപ്പോൾ ഗുരുവിനൊന്നും സംഭവിച്ചിട്ടില്ല. ഉടനെ ബ്രാഹ്മണനും കുടുംബാംഗങ്ങളും തിരിച്ചു വന്നു. സാധാരണ തിരിച്ചു വന്ന് ഗേറ്റ് എടുത്തുമ്പോഴേക്കും ബ്രാഹ്മണനെയും കുടുംബത്തെയും ഈ തത്ത സ്വീകരിക്കാറുണ്ട്. വേദമന്ത്രോച്ചാരണങ്ങളെ കൊണ്ട് സ്വീകരിക്കുന്ന തത്ത അന്ന് സ്വീകരിക്കുന്നത് കാണുന്നില്ല. ഇതെന്താ തത്തമ്മ ഒന്നും മിണ്ടാത്തതെന്ന് ചോദിച്ച് വരാന്തയിൽ വന്ന് തത്തക്കൂട് നോക്കുമ്പോൾ തത്തമ്മ അതിനകത്ത് അബോധാവസ്ഥയിൽ കിടക്കുന്നു, നിശ്ചലയായി കിടക്കുന്നു. ഇത് കണ്ടപ്പോൾ ബ്രാഹ്മണന് വിഷമമായി, കുടുംബങ്ങൾക്ക് എല്ലാവർക്കും വിഷമമായി. അവരെല്ലാവരും തത്തയ്ക്ക് പഴം കൊടുത്തു, പാല് കൊടുത്തു, വീശിക്കൊടുത്തു, ഒന്നും അനക്കമില്ല. അവസാനം അവർ കരയാൻ തുടങ്ങി. തൻ്റെ വീട്ടിൽ ഒരു മരണമുണ്ടായാൽ എങ്ങനെയാണോ അതിലേറെ ദുഃഖമാണ് അവർക്കുണ്ടായത്. അവസാനം ബ്രാഹ്മണൻ വിചാരിച്ചു, ഇനി ഇതിനെ കയ്യിലെടുത്ത് അല്പം കൂടുതൽ കാറ്റ് കിട്ടട്ടെ എന്ന് വിചാരിച്ച് കൂട്ടിൽ നിന്നും ഈ തത്തമ്മയെ എടുത്ത് വരാന്തയിൽ അങ്ങ് വെക്കേണ്ട താമസം തത്തമ്മ പാറി അങ്ങ് പോയി. ഭഗവാൻ ശ്രീ സത്യസായി ബാബ ഈ കഥ പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഒരു സാധാരണ പക്ഷിക്ക് അല്പനേരം നിശബ്ദമായി, നിശ്ചലമായി, സൈലൻ്റായി ഇരിക്കാൻ പറ്റിയപ്പോൾ തൻ്റെ കൂട് വിട്ട് പറക്കാൻ പറ്റിയെങ്കിൽ, ഹേ മാനവരെ, നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും മൗനമായിരുന്നാൽ നിങ്ങൾക്ക് പലപ്പോഴും രക്ഷപ്പെടാൻ പറ്റും. അതുകൊണ്ട് മൗനമാണ് മനുഷ്യനെ ആത്മീയത്തിലേക്ക് ഉയർത്തുന്ന ഏറ്റവും ആദ്യത്തെ പടി എന്ന് ഭഗവാൻ ബാബ പറയുകയുണ്ടായി. അപ്പോൾ നമുക്ക് ധ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യമായി വേണ്ടത് ഈ മൗനമാണ്. മൗനം വിദ്വാനുഭൂഷണം എന്നൊക്കെ നാം കേട്ടിട്ടുണ്ട്. ഏത് ഉത്തരം കിട്ടാത്ത പ്രശ്നങ്ങൾ വരുമ്പോഴും വെറുതെ വായിട്ട് ഇങ്ങനെ പറയാതെ കീപ് ക്വയറ്റ്. അതിനെല്ലാം തന്നെത്താൻ പ്രതിവിധി ഉണ്ടാവും. നല്ലത് മാത്രം സംസാരിക്കുക. ചീത്ത എന്തെങ്കിലും പറയേണ്ടി വന്നാൽ നിശബ്ദമായിരിക്കുക. ഈശ്വരൻ നമുക്ക് നാവ് തന്നത് ചീത്തത് പറയുവാനല്ല, നന്മ മാത്രം പറയുവാൻ വേണ്ടിയാണ് ഈശ്വരൻ നാവ് വന്നിരിക്കുന്നത്. അത് നാം ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. പിന്നീട് യമം നിയമം എന്നെല്ലാം പറഞ്ഞാൽ, യമം നിയമത്തെക്കുറിച്ചൊക്കെ ധാരാളം പറയാനുണ്ട്. എന്താണ് യമം നിയമം എന്നൊക്കെ കുറിച്ച് ഇതിന് എന്തൊക്കെ ആചാര്യന്മാർ എന്തെല്ലാം രീതിയിലുള്ള പുസ്തകങ്ങൾ ഇറക്കിയിരിക്കുന്നറിയാം, എന്താ നിയമം, എന്താ നിയമം എന്ന്. പക്ഷേ ഭഗവാൻ ബാബ സിമ്പിളായിട്ട് 2 വാക്കുകളെ കൊണ്ട് നിർവചിക്കുകയാണ്. യമം നിയമം എന്ന് പറഞ്ഞാൽ, യമം എന്ന് പറഞ്ഞാൽ ശരീരശുദ്ധി, നിയമം എന്ന് പറഞ്ഞാൽ പരിസരശുദ്ധി. കഴിഞ്ഞു അത്രേ. സോ സിമ്പിൾ. ഈ ആത്മീയത എന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്ത എന്തോ ഒരു വലിയ കാര്യമാണെന്ന് വിചാരിച്ച് മനുഷ്യൻ വെപ്രാളപ്പെട്ട് വിഷമിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വളരെ സിമ്പിളാണ്. അതുകൊണ്ട് ആ സിമ്പിൾ ഐഡിയോളജിയിലേക്കാണ് നമ്മൾ ആകർഷിക്കപ്പെടുന്നത്. അപ്പം ധ്യാനത്തിന് പുറപ്പെടുമ്പോൾ നാം 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നമുക്ക് ശരീരശുദ്ധി വേണം. പിന്നെ നമ്മുടെ പരിസരം ശുദ്ധിയായിരിക്കണം. അപ്പം ഇത് മാത്രമാണ് യമം നിയമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. അല്ലെങ്കിൽ യമം നിയമത്തെക്കുറിച്ച് മാത്രം യോഗസൂത്രങ്ങളിലൊക്കെ എത്രയാ പറഞ്ഞിരിക്കുന്നത്, അത് പഠിച്ചും വായിച്ചും പലരും ഇന്ന് കുതിരവട്ടത്തൊക്കെ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്, ഉളമ്പാറയിലൊക്കെ. കാരണം അത്ര അധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ല. എന്നിട്ട് അത് കഴിഞ്ഞ് യമം നിയമം, പിന്നെ ആസനമാണ്. ആസനം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇരിക്കേണ്ടത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ധ്യാനത്തിന് നാം ഇരിക്കുന്നതിന് മുമ്പ് നാം കുറേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടത്രേ. ഒന്ന്, ആരെയാണോ നാം ധ്യാനിക്കേണ്ടത് എന്ന് ചിന്തിക്കണം അത്രേ. നമുക്ക് ആരെയാണ് ധ്യാനിക്കേണ്ടത് എന്ന് നാം ശ്രദ്ധിക്കണം. അപ്പം ധ്യാനിക്കേണ്ടത് ആരെയാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ആളെ ധ്യാനിക്കാമോ എന്നാണ്. ധ്യാനം എന്ന് പറയുന്നത് 4 രീതിയിലാണ്. 2 അരൂപധ്യാനവും 2 രൂപധ്യാനവുമാണ്. അങ്ങനെ ആകെ 4 രീതിയിലാണ് ധ്യാനം. അതിൽ ഒരു അരൂപധ്യാനം എന്ന് പറയുന്നത് പണ്ട് ശങ്കരാചാര്യരൊക്കെ ചെയ്തിരുന്ന ധ്യാനമാണ് ഒരു അരൂപധ്യാനം. ആദി ശങ്കരാചാര്യരും ശിഷ്യന്മാരും എങ്ങനെ അരൂപധ്യാനം ചെയ്തിരുന്നത്? വല്ല പാറപ്പുറത്തും അല്ലെങ്കിൽ ഏതെങ്കിലും വനങ്ങളിലോ ഒക്കെ ഉയരങ്ങളിലൊക്കെ ചെന്നിരുന്നിട്ട് തൻ്റെ മനസ്സിനെ തുറന്നു വെച്ചുകൊണ്ട് എല്ലാ ഭൗതിക പദാർത്ഥങ്ങളെയും മനസ്സിലേക്ക് ആകർഷിക്കുകയാണ്. എന്നിട്ട് ആ പദാർത്ഥങ്ങൾ മനസ്സിലിങ്ങ് കിടക്കാൻ നേരത്ത് നേതി എന്ന് പറഞ്ഞ് അതിനെ തള്ളുക. നേതി എന്ന് പറഞ്ഞാൽ ഇതല്ല എന്നർത്ഥം. വെറുതെ ഇവിടെ കടൽക്കരയിലോ ഒക്കെ പോയിരിക്കുക. അപ്പോൾ ഇങ്ങനെ സുനാമി ഇങ്ങനെ വരുമ്പോൾ നേതി എന്ന് പറയുക, ഇതല്ല എന്ന് പറയുക. എത്ര പറ്റും നമുക്ക്? കാണുന്നതും വരുന്നതിനും മുഴുവൻ ഇങ്ങനെ ഇതല്ല 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 എന്ന് പറഞ്ഞ് തള്ളി 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 മനസ്സിലേക്കൊന്നും സ്വീകരിക്കാതെ വരുമ്പോൾ മനസ്സിൻ്റെ ഒരു പ്രത്യേകത എന്താ അറിയാമോ? ഇറ്റ്സ് എ വെരി ബാഡ് മങ്കി.
അവൻ എപ്പോഴും എന്തെങ്കിലും കിട്ടിക്കൊണ്ടേയിരിക്കണം. അവന് കിട്ടാതിരുന്നാൽ അവൻ വിമ്മിഷ്ടപ്പെടും. അതുകൊണ്ട് മനസ്സിലേക്ക് ഒന്നും കിടക്കാതിരുന്നാൽ അവൻ കിടന്ന് പെടയും. പെടഞ്ഞ് അവൻ ചാവും. അവസാനം വി വിൽ ഹാവ് ടു കിൽ അവർ മൈൻഡ്, മനോനാശഃ മോക്ഷഃ എന്നാണ്. അങ്ങനെ ശങ്കരാചാര്യന്മാരൊക്കെ പണ്ട് കാലത്ത് എല്ലാറ്റിനെയും തന്നിലേക്ക് ആവാഹിക്കുകയും തൻ്റെ മനസ്സിൽ കിടക്കുന്ന സമയത്ത് ഇതല്ല എന്ന് പറഞ്ഞ് തള്ളുകയും ചെയ്യുമത്രേ. നേതി ധ്യാനം എന്ന് പറയും. ഇത് അർജുനോട് ഭഗവാൻ പറഞ്ഞ മാതിരി ക്ലേശോധികരസ്തേഷം അവ്യക്താസക്ത ചേതസാം അവ്യക്താഹി എതിർദുഃഖം ദേഹവദ്ഭിരവാപ്യതേ. ദേഹത്തോട് ബന്ധമുള്ളിടത്തോളം കാലം നമുക്കിങ്ങനെ ഒരു ധ്യാനം സാധ്യമല്ല. നാം എവിടെയെങ്കിലും ഇങ്ങനെ അനന്തമായ സ്ഥലത്ത് നിന്ന് നമുക്ക് ഇഷ്ടമുള്ള പദാർത്ഥത്തെ മുഴുവൻ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ ഇഷ്ടമുള്ള ഒരാൾ മനസ്സിലേക്ക് വരും. നേതി എന്ന് പറയാൻ മറക്കും. എന്നിട്ട് അവരുമായിട്ട് ദിവാസ്വപ്നം കണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ അരമണിക്കൂർ കഴിയുമ്പോൾ അയ്യോ ഞാൻ നേതി എന്ന് പറയാൻ മറന്നുപോയല്ലോ എന്ന് ചിന്തിക്കും. ഇതപ്പം നമ്മുടെ കാര്യം. അപ്പം നമുക്ക് ഈ മനസ്സിലേക്ക് എത്ര ആൾ ദിവാസ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ആൾക്കാർ ദിവാസ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ടായിരിക്കും. ഇതിന് സമയവും കാലവും ഒന്നും ഭേദമൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ദിവാസ്വപ്നങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കാം. അപ്പം നമ്മുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചിടത്ത് അതിനൊതുക്കാൻ പറ്റാത്തത് കൊണ്ട് ഇത് ആദിശങ്കരാചാര്യരെ പോലെയുള്ള അവതാര പുരുഷന്മാർക്കും യോഗികൾക്കും മാത്രമേ നേതിധ്യാനം പറ്റുകയുള്ളൂ, നമുക്ക് പറ്റുകയില്ല. ഇതാണ് ഒരു അരൂപധ്യാനം. രണ്ടാമത്തെ അരൂപധ്യാനം എന്ന് പറയുന്നത് ഓംകാരധ്യാനമാണ്. ഓം എന്നുള്ളത് എഴുതാമെന്നല്ലാതെ അതിനൊരു രൂപമില്ല എന്ന്. എന്തുകൊണ്ടാണ് ഓമിന് രൂപമില്ലാതെ പോയത്? ഓം ആണത്രേ ലോകത്തിലെ ആദിശബ്ദം എന്ന് പറയുന്നത്. ഈശ്വരൻ ഈ ലോകത്തിൽ രണ്ടെണ്ണം സൃഷ്ടിച്ചു. ഒരു ശബ്ദവും സൃഷ്ടിച്ചു, രൂപവും സൃഷ്ടിച്ചു. ഇന്നലെ എന്നോട് ഒരു സഹോദരൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ശിവലിംഗത്തെ പൂജിക്കുന്നത് എന്ന് ചോദിച്ചു. അതിൻ്റെ ശാസ്ത്രയുക്തി എന്താണ്? എനിക്ക് ഓർമ്മയുണ്ടായില്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നാളെ ഞാൻ മറക്കുകയാണെങ്കിൽ ഒന്ന് എഴുത്തരണേന്ന്. അത് എഴുത്തന്നില്ല. പക്ഷെ ഇപ്പം എനിക്ക് ഓർമ്മ വരുന്നത് അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു എന്നുള്ളത്. ഈശ്വരൻ ആദ്യമായിട്ടുണ്ടാക്കിയ ശബ്ദമാണ് ഓം എന്നുള്ളത്. ആദ്യമായി ഉണ്ടാക്കിയ രൂപമാണത്രേ ശിവലിംഗം എന്ന് പറയുന്നത്. ശിവലിംഗം എന്ന് പറഞ്ഞാൽ ഒരു കോഴിമുട്ടയുടെ ആകൃതിയാണ്. അല്ല നാം ഈ ശിവലിംഗം എന്ന് കാണുന്ന പീഠത്തോടു കൂടി കാണുമ്പോൾ അതിങ്ങനെ വെച്ച് അതിൻ്റെ വാലും ഒക്കെ ആയിട്ടുള്ള അത് ശിവലിംഗമല്ല. ശിവലിംഗം പീഠത്തിൽ വെച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. ശിവലിംഗം എന്ന് പറയുന്നത് ഗോളാകൃതിയാണ്. അതൊരു കോഴിമുട്ടയുടെ ആകൃതിയാണ്. ഈശ്വരൻ ഈ ലോകം സൃഷ്ടിക്കുമ്പോൾ ആദ്യമായി സൃഷ്ടിച്ചത് ഈ ശിവലിംഗ രൂപമാണ്. ഒരു ഗോളാകൃതിയിൽ സൃഷ്ടിച്ചു. പിന്നെ ഈ ആകൃതിയിൽ നിന്നാണത്രേ ലോകത്തിലെ സകല രൂപങ്ങളും ഉണ്ടാക്കിയത് എന്നാണ്. അതുകൊണ്ട് ഗോളാകൃതി ഇല്ലാത്തൊരു രൂപം ഈ ലോകത്തിൽ ഇല്ല എന്നാണ്. സകല നക്ഷത്രങ്ങളും ആ ശിവലിംഗ രൂപമാണ്. സകല ഗ്രഹങ്ങളും ശിവലിംഗ രൂപമാണ്. സകല രൂപങ്ങളും മനുഷ്യനും ശിവലിംഗ രൂപമാണത്രേ. മനുഷ്യന് ആദ്യം ഒരു തലയുണ്ടാക്കി, പിന്നെ ഒരു ഉടലുണ്ടാക്കി, പിന്നെ കയ്യും കാലും ഒക്കെ അതിലിങ്ങനെ വെച്ചുകൊടുത്തേ ഉള്ളൂ. രണ്ട് ശിവലിംഗങ്ങൾ കൂടിയതാണ് മനുഷ്യരൂപം എന്നുള്ളത്. എല്ലാ മൃഗങ്ങളും ഇങ്ങനെയാണ്. രണ്ട് ശിവലിംഗം ഉണ്ടാക്കുക, പിന്നെ അതിന് കയ്യും കാലും ഒക്കെ വെച്ചു കൊടുക്കുക. പക്ഷികളും മൃഗങ്ങളും സർവ്വചരാചരങ്ങളും ഈ ശിവലിംഗ രൂപത്തിൽ നിന്നുണ്ടായതാണ്. അതുകൊണ്ട് ആദിരൂപം ഏതാണെന്ന് ചോദിച്ചാൽ ആദിരൂപമാണത്രേ ശിവലിംഗ രൂപം. അതുകൊണ്ട് ആ പരബ്രഹ്മസ്വരൂപത്തിൽ നിന്ന് ആദിയായി വന്ന ആ രൂപത്തെ നമുക്ക് ഒരു രൂപത്തോടുകൂടി കാണാൻ കഴിയുന്നു. മനുഷ്യന് ദേഹമുള്ളിടത്തോളം കാലം രൂപമില്ലാത്ത ഒന്നിനെ ചിന്തിക്കാൻ കഴിയാത്തതുകൊണ്ട് ആദിരൂപത്തെ നാം ധ്യാനിക്കുന്നത് കൊണ്ടാണ് ശിവലിംഗ പൂജ ചെയ്യുന്നത്, ശിവലിംഗ ആരാധന ചെയ്യുന്നത്. ശിവലിംഗത്തെയും ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്താൽ സർവ്വചരാചരങ്ങളെയും ആരാധിച്ചതിന് തുല്യമായി എന്ന്. സർവ്വചരാചരങ്ങളെയും കാണുന്ന നേരത്ത് നാണം കൈവിട്ട് കൂപ്പി സ്തുതിക്കണം എന്ന തത്വം ശിവലിംഗത്തെ പൂജിച്ചാൽ മാത്രമുണ്ടായി എന്നാണ്. സർവ്വരൂപങ്ങളും അതിൽപ്പെട്ടു. അതുപോലെയാണ് ആദി ശബ്ദം എന്ന് പറയുന്നത് ഓംകാരമാണ്. ആദി ശബ്ദം ഓം എന്നാണ് ഈശ്വരൻ ആദ്യമായി ഉണ്ടാക്കിയ ശബ്ദം. എന്താ ഈ ഓം? ഓം എന്നുള്ളതിൻ്റെ അർത്ഥം ഞാൻ ഈശ്വരനാണ് എന്നാണത്രേ. ഈ ഓംകാരത്തിൽ നിന്നാണ് ഓംകാരം ഉണ്ടായതും. സോഹം എന്ന പദം ലോപിച്ചാണത്രേ ഓംകാരമുണ്ടായത്. ഇന്നലെ മിഞ്ഞാന്നുമായിട്ട് നാം സോഹത്തെക്കുറിച്ച് പറഞ്ഞു. നാം ഓരോരുത്തരും ശ്വസിക്കുമ്പോൾ അകത്തോട്ടും പുറത്തോട്ടും പോകുന്ന ശ്വാസത്തിൻ്റെ ശബ്ദം അറിയുവാൻ ശാസ്ത്രം ഒരു മെഷീൻ ഉണ്ടാക്കിയാൽ ആ മെഷീൻ പറയും ശ്വാസം അകത്തേക്ക് പോകുമ്പോൾ സോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ ഹം എന്ന് പറയും. എന്താ ഇതിനർത്ഥം? സോ എന്ന് പറഞ്ഞാൽ ആ ഈശ്വരൻ എന്നാണ്. ആ ഈശ്വരൻ ഞാനാണ്, ആ ഈശ്വരൻ ഞാനാണ് എന്ന് ജനിച്ച അന്ന് മുതൽക്ക് നാം പറയാൻ തുടങ്ങിയിരിക്കുന്നു. ആ സോഹം എന്നുള്ള വാക്കിൽ സ പ്ലസ് ഓ പ്ലസ് ഹ പ്ലസ് ഇതാണ് സോഹം.
സ പ്ലസ് ഓ പ്ലസ് ഹ പ്ലസ് ഇതിൽ ഹായും സായും വെട്ടിക്കളഞ്ഞാൽ അവശേഷിക്കുന്നത് ഓം എന്നാണ്. സോഹം എന്ന പദത്തിൽ നിന്ന് സായും ഹായും വെട്ടിക്കളയുക, പിന്നീട് അവശേഷിക്കുന്ന ഓം എന്നാണ്. ദ്വൈതമാകുന്ന സോഹം എന്ന വാക്കിനെ അദ്വൈതമാക്കി മാറ്റിയപ്പോൾ അതിൻ്റെ പേരാണ് ഓം എന്ന് പറയുന്നത്. ഏകത്വത്തിൽ നിന്ന് നാനാത്വത്തിലേക്ക് വന്ന് നാനാത്വത്തിൽ നിന്ന് വീണ്ടും ഏകത്വത്തിലേക്ക് പോകുമ്പോൾ അത് ഓങ്കാരമാകുന്നു. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. സകല ശബ്ദങ്ങളെയും യൂണിറ്റിയിലേക്ക് കൊണ്ടുവന്നാൽ അതിൻ്റെ പേരാണ് ഓം എന്നുള്ളത്. ഈ ഓങ്കാരമാണ് എല്ലാറ്റിൻ്റെയും ഉറവിടമെന്ന കാരണത്താലാണ് ഓങ്കാരം ബിന്ദു സംയുക്തം നിത്യം ധ്യായന്തി യോഗിന കാമദം മോക്ഷദം ജൈവ ഓങ്കാരായ നമോ നമ. പണ്ടത്തെ യോഗികളും മഹർഷിമാരും ഈ നിത്യമുക്തമാകുന്ന ഏകകേന്ദ്രമാകുന്ന ഓങ്കാരത്തെ മാത്രമാണത്തെ ധ്യാനിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഹരിനാമകീർത്തനം പറയുന്നത്, ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ അങ്കാരമായതിന് താൻ തന്നെ സാക്ഷി എന്ന ബോധം വരുവതിനാളായി നിന്ന പരമാചാര്യ രൂപ ഹരി നാരായണായ നമഃ എന്ന് പറയും. ഇതെല്ലാം അതൊന്നുണ്ടായതാണ്. ആ ഒരു ഓങ്കാരത്തിനാണ് സകല ശബ്ദങ്ങളും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ആ ഓങ്കാരത്തെ ധ്യാനിച്ചാൽ ഈശ്വരൻ്റെ പരിപൂർണമാകുന്ന ധ്യാനിക്കാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ധ്യാനത്തിലേക്ക് നാം എത്തുന്നു എന്നാണ്. ഓങ്കാരത്തെ എങ്ങനെയാണ് ധ്യാനിക്കുക? ഓങ്കാരത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാകുമ്പോഴാണ് ഓങ്കാരത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ലോകത്തിലെ സകല ഭാഷകളും ഉണ്ടായിരിക്കുന്നത് ഓങ്കാരത്തിൽ നിന്നാണ്. ഒരു സ്പെല്ലിംഗ് ഉണ്ട്. ഇപ്പം എൻ്റെ പേര് നാരായണൻകുട്ടി, അതിന് സ്പെല്ലിംഗ് ഉണ്ട്. NARAYANKUTTY നാരായണൻകുട്ടി. ഓം എഴുതുന്നതിന് സ്പെല്ലിംഗ് ഉണ്ട്. അതിന് ചില ആൽഫബറ്റ്സ് ഉണ്ട്. അത് 3 ആൽഫബറ്റ്സാണ്. 3 സ്പെല്ലിങ്ങോട് കൂടിയാണ് ഓം ഉണ്ടാകുന്നത്. അ ഉ മ. ഇത് 3 കൂടി കൂടിയാലേ ഓങ്കാരമാവുകയുള്ളൂ. അപ്പം അകാര ഉകാര മകാരത്തോടു കൂടി 3 അക്ഷരങ്ങൾ കൂടുമ്പോൾ ഒരു വാക്കായിട്ട് ഓം എന്ന് വരുന്നു എന്നാണ്. എന്താണ് ഈ ആ ഉ മ എന്ന് പറഞ്ഞാൽ? ആ എന്ന് പറഞ്ഞാൽ സൃഷ്ടി എന്നാണ് അത്രേ. ഉ എന്ന് പറഞ്ഞാൽ സംരക്ഷണം എന്നാണ്. മ എന്ന് പറഞ്ഞാൽ സംഹാരം എന്നാണ്. അപ്പം ആ ഉ മ എന്ന് പറഞ്ഞാൽ സൃഷ്ടിയും സംരക്ഷണവും സംഹാരവും അതെന്ന് വന്നു. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരതെന്ന് വന്നു. ത്രിമൂർത്തികൾ എന്ന് വന്നു. എല്ലാം ഏകമാകുന്ന ഓങ്കാരത്തിൽ നിന്നുണ്ടായതാണ്. അതുകൊണ്ട് ഓങ്കാരം എന്ന് പറഞ്ഞാൽ ത്രിമൂർത്തികളുടെ ശബ്ദമായത്രേ. എല്ലാം അതിൽ നിന്നുണ്ടായതാണ്. പ്രപഞ്ചത്തിലെ എല്ലാം ഓങ്കാരത്തിനുണ്ടായതാണെന്ന് തെളിയിക്കുവാൻ വേണ്ടിയാണ് ഇതൊക്കെ ആചാര്യന്മാർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. മാത്രമല്ല, ഞാനും നിങ്ങളും ഏത് ഭാഷ സംസാരിച്ചാൽ, ഇംഗ്ലീഷോ മലയാളമോ തെലുങ്കോ ഹിന്ദിയോ കന്നഡയോ അല്ലെങ്കിൽ ഇനി ഫ്രഞ്ചോ സിറിയക്കോ അറബിക്കോ എന്ത് സംസാരിച്ചാൽ, സംസാരിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? വായ തുറക്കണം. വായ തുറക്കാതെ ആർക്കും സംസാരിക്കാൻ പറ്റുകയില്ല. വായ തുറന്നാൽ ആ എന്നുള്ള ശബ്ദമായത്രേ. വായ തുറന്നോ അകാരമായി എന്നാണ്. അതുകൊണ്ടാണ് പറയുന്നത് വായ തുറക്കാതെ ആർക്കും ആ എന്ന് പറയാൻ പറ്റുകയില്ല. ഇവിടെ ഇരിക്കുന്ന സദസ്സിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്ന് ശ്രമിക്കാം. വായ തുറക്കാതെ ഒന്ന് ആ എന്ന് പറയാമോ? സാധ്യമല്ല. അപ്പോൾ വായ തുറന്നാൽ അകാരമായി. തുറന്ന വായ അടയ്ക്കുമല്ലോ നമ്മൾ. ഇപ്പം ഞാനിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വായ തുറക്കുന്നു അടയ്ക്കുന്നു, തുറക്കുന്നു അടയ്ക്കുന്നു, ഇതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തുറന്നു കഴിഞ്ഞാൽ പിന്നെ പാതി അടഞ്ഞ ഒരു സമയം വന്നിട്ടേ മുഴുവൻ അടയ്ക്കാൻ പറ്റുള്ളൂ. തുറന്ന വായ ആദ്യം പാതി അടയും. പാതി അടഞ്ഞാൽ മാത്രമേ ഊ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. വായ മുഴുവൻ തുറന്നാൽ അകാരമായി, വായ പാതി അടയുകയും തുറക്കുകയും ചെയ്താൽ ഉകാരമായി. സദസ്സിലിരിക്കുന്നവർക്ക് നോക്കാം, വായ പാതി അടയ്ക്കാതെ തുറന്ന വായ കൊണ്ട് ഊ എന്ന് പറയുവാൻ കഴിയുമോ എന്ന് ശ്രമിച്ചു നോക്കൂ. ആ എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുക. എന്നിട്ട് ഊ എന്ന് പറയണമെങ്കിൽ പാതി അടയ്ക്കണം, അല്ലാതെ പറ്റില്ല. അപ്പോൾ തുറന്നാൽ അകാരമായി, പാതി അടഞ്ഞാൽ ഉകാരമായി. ഇനി മാ എന്ന് പറയണമെങ്കിൽ വായ പരിപൂർണമായിട്ടും അടയ്ക്കാതെ ലോകത്തിൽ ഇന്നേ വരെ ആർക്കും മാ എന്ന് പറയാൻ പറ്റിയിട്ടില്ല. തുറന്ന വായ ഒന്ന് എല്ലാവരും മാ എന്ന് പറഞ്ഞു നോക്കൂ, അടയ്ക്കാതെ പറയാൻ പറ്റില്ല. ആ ഇനി മാ പറയുക, മാ മാ വായ അടയ്ക്കണം. അപ്പോൾ വായ തുറക്കുക, പാതി അടയുക, മുഴുവൻ അടയുക. ആ ഊ മാ, ആ ഊ മാ, ആ ഊ മാ എന്ന് പറഞ്ഞാൽ എന്താ? ഓം 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 ഓം. ഞാൻ നിങ്ങളോട് ഇപ്പോൾ 1 മണിക്കൂർ നേരം സംസാരിച്ചു. ഈ 1 മണിക്കൂർ സംസാരിച്ചപ്പോൾ നിങ്ങൾക്കിത് പല ഭാഷയായി മാറിയാലും ആകെ ഞാൻ എന്താ സംസാരിച്ചതെന്നറിയാമോ? തുറന്നു, പാതി അടച്ചു, മുഴുവൻ അടച്ചു, ആ ഊ മാ, ആ ഊ മാ. ഞാൻ ആകെ ഓങ്കാരം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. വായ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യാതെ ലോകത്തിൽ ആർക്കും എന്താ സംസാരിക്കാൻ കഴിയും? അതുകൊണ്ടാണ് യോഗീശ്വരന്മാരെയും സജ്ജനങ്ങളെയും അവതാര പുരുഷന്മാരെയും നോക്കി തെറി പറഞ്ഞാൽ അവർക്ക് ദേഷ്യം വരില്ല.
ഒരു വലിയ യോഗിയെ വിളിച്ചിട്ട് എടോ പട്ടി നായെ കഴുതിയെന്ന് വിളിച്ചാൽ അയാൾ എന്താ കേട്ടെന്നറിയാമോ? ഓം ഓം ഓം, വേറൊന്നും അയാൾ കേട്ടിട്ടില്ല. പറഞ്ഞ നമ്മൾ വിഡ്ഢിയായി. അദ്ദേഹം ഇങ്ങനെ വായ തുറന്നു അടച്ചു. ഓങ്കാരമല്ലാതെ ഒന്നും. നമുക്കാണ് ഈ ശബ്ദം എടുത്തുകൊണ്ട് നമുക്ക് കലി തുള്ളുന്നു, നമ്മൾ എതിരെ അങ്ങോട്ട് തെറി പറയുന്നു. ആ തെറിയും ഓങ്കാരമാണ്. ശബ്ദങ്ങളെല്ലാം ഓങ്കാരമയമാണ്. ഇതറിയുന്നവന് ലോകത്തിലൊരിക്കലും കോപമുണ്ടാവുകയില്ല. എല്ലാം ഒന്നിൽ നിന്ന് വന്നു. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായി രണ്ടത്ഭുതമിണ്ടാവതല്ല മമ പണ്ടേ കണക്ക് വരുവതിന് നിൻകൃപാവലികൾ ഉണ്ടാവലിങ്കല ഹരിനാരായണായ നമ. അത് വീണ്ടും ഒന്നായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഓങ്കാരത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. ഇത് എല്ലാം രൂപങ്ങളും ഒന്നിലടങ്ങുന്നു എന്നാണ്. അതുകൊണ്ട് ആ ഓങ്കാരമാണ് നാം കാലത്തോ വൈകിട്ടോ സായം സന്ധ്യയിലോ പ്രഭാത സന്ധ്യയിലോ ഓരോ ശ്വാസത്തിലും ഓം എന്ന് ശ്വാസം കഴിക്കുമ്പോൾ ഓം എന്ന് ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നാൽ അത് വലിയൊരു ധ്യാനമാണ്. അതിന് രൂപവുമില്ല. ഓങ്കാര ധ്യാനം എന്ന് പറയും. പക്ഷെ അങ്ങനെ ഓങ്കാരത്തിൽ ശ്രദ്ധിക്കുവാൻ പറ്റുമോ എന്നാണ് പിന്നത്തെ പ്രശ്നം. ഇവിടെ ഈ സായി ബാബ ഭക്തന്മാർ കാലത്ത് 5 മണിക്ക് എഴുന്നേറ്റ് 21 പ്രാവശ്യം ഓങ്കാരം ചൊല്ലാറുണ്ട്. ഒരുപക്ഷെ മറ്റു ഭക്തന്മാർ 108 പ്രാവശ്യം ഓങ്കാരം ചൊല്ലുന്നുണ്ടാവും. എന്നാൽ സായി ഭക്തന്മാർ പൊതുവെ ഇങ്ങനെ ഒരു ഭഗവാന്റെ നിർദ്ദേശമുണ്ട്, എല്ലാവരും അധികാലത്തെണീറ്റ് 21 പ്രാവശ്യം ഓങ്കാരം ചൊല്ലണം. ഈ ഓങ്കാരം ചെല്ലുമ്പോൾ എന്നെ പോലെയുള്ള ഭക്തന്മാരെങ്ങനെയാണ് ചൊല്ലുന്നതെന്നറിയാമോ? 21 പ്രാവശ്യത്തിൽ ഒരു 10 ആകുമ്പോഴേക്കും ഇങ്ങനെ ആയിട്ടുണ്ടാവും. ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. പിന്നെ ചാടി എണീറ്റ് പിന്നെ രണ്ടാമത് ഞെട്ടി ഉടന്ന് പിന്നെ ഇപ്പോൾ 21 ആയോ ആയില്ലയോ എന്ന് വേറൊരാൾ പറയേണ്ടി വരും. ഇപ്പോൾ ഇതൊന്നും നിശ്ചയമില്ല, കുറേ എങ്ങനെ ചൊല്ലി എന്നല്ലാതെ നമ്മുടെ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല നമുക്ക്. അപ്പോൾ ഓം എന്ന് ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. ഇതിനിടയിലൂടെ മനസ്സ് പതറുകയാണ്. നമ്മൾ ഓം എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, മനസ്സ് വേറെ എവിടെയെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടാവും. നമ്മളെ ഇഷ്ടരൂപങ്ങളിലും ഇഷ്ടവസ്തുക്കളിലൊക്കെ മനസ്സ് പോയിട്ട് 5-6 ഓങ്കാരം കഴിയുമ്പോൾ ഇടയ്ക്കൊന്ന് തിരിച്ചു വരും. പിന്നെയും മനസ്സിൻ്റെ പാട്ട് പോകും. ഇവിടെ നമ്മൾ ഓം ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും, മനസ്സവിടെ നിൽക്കുന്നില്ല. അതുകൊണ്ട് എന്ത് പ്രയോജനം? ഇതിനിപ്പോൾ നമ്മൾ വേണ്ടല്ലോ, ടേപ്പ് റെക്കോർഡ് വെച്ചാൽ പോരെ. ഓന്ന് ഏതെങ്കിലും ടേപ്പ് റെക്കോർഡിന് മോശം കിട്ടിയിട്ടുണ്ടോ? എത്ര കാലമായി നാമം ചെല്ലാൻ തുടങ്ങിയിട്ട്? ഈ അമ്പലങ്ങളിലൊക്കെ പ്ലേറ്റും ടേപ്പ് റെക്കോർഡും വെച്ചിട്ട് ഇന്നേ വരെ ഒരു ടേപ്പ് റെക്കോർഡിന് മോശം കിട്ടിയിട്ടില്ല. നാമം ചൊല്ലിയവർക്കൊക്കെ മോശം കിട്ടുമെങ്കിൽ ടേപ്പ് റെക്കോർഡിനൊക്കെ മോശം കിട്ടുന്നുണ്ട്. അതിൻ്റെ മോശം അത് പൊളിഞ്ഞ് ചീത്തയാവല് മാത്രമാണ്, വേറെ എന്ത് മോശ? കാരണം എന്താ? അതിന് മനസ്സില്ല. അപ്പം നാം ഒരു അധരവ്യായാമം ചെയ്യുന്നതോടൊപ്പം ഉള്ളിലേക്ക് അധരവ്യായാമം ചെയ്യണ്ട എന്നല്ല. ചുണ്ടുകളെ കൊണ്ട് പരദൂഷണം പറയുന്നേക്കാൾ നല്ലതാണ് ഓങ്കാരം ചെല്ലുന്നത്. അതുകൊണ്ട് തമ്മിൽ ഭേദം ഏതാണെന്ന് നോക്കുക. അതുകൊണ്ട് നല്ലത് അതരം കൊണ്ട് ഓമെങ്കിലും ചെല്ലുക. അതിന് പകരം തെറി പറഞ്ഞതിനേക്കാളും നല്ലതല്ലേ ഓങ്കാരം ചെല്ലുന്നത്? ക്രമേണ മനസ്സതുമായിട്ട് യോജിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. മനസ്സതുമായി യോജിപ്പിക്കുമ്പോഴാണ് ഓങ്കാരം ചെല്ലുമ്പോൾ മനസ്സ് അറിയാതെ വേറെ എവിടെയെങ്കിലും ഓടി നടക്കുന്നുണ്ടോ എന്ന് നാം അറിയേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ധ്യാനത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ധാരാളം ദിവസങ്ങളുണ്ടല്ലോ നമുക്ക്. അതുകൊണ്ട് ഇങ്ങനെ ഹറിബറിയായിട്ട് പെട്ടെന്ന് പോകേണ്ടെന്ന് ആവശ്യമില്ല. ഒരു ഡെമോൺസ്ട്രേഷൻ, നമുക്ക് അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. എല്ലാവരും ഇരുന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഒരു 3 പ്രാവശ്യം ഓങ്കാരം ചൊല്ലാം. അപ്പോൾ നിങ്ങളെല്ലാവരും നോക്കുക, ഓങ്കാര സമയത്ത് ഈ ഓങ്കാരം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നാമം അതിൻ്റെ കൂടെ മനസ്സിൽ ചൊല്ലുക, പുറമേക്ക് ഓങ്കാരം ചൊല്ലുക. അപ്പോൾ ഉള്ളിൽ ഓം നമ ശിവായ എന്നോ നാരായണായ നമ എന്നോ ഓം സായിറാം എന്നോ ഹരി ഓം എന്നോ എന്തെങ്കിലും ഒന്ന് ഉള്ളിൽ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അപ്പം നാരായണ 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 നാരായണ, പുറമേക്ക് ഓം, ഉള്ളിൽ നാരായണ 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 നാരായണ. അങ്ങനെ ചൊല്ലാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും ഓങ്കാരത്തിലല്ല മനസ്സ് നിൽക്കുന്നത്, മനസ്സിപ്പോൾ നാരായണത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരേ സമയത്ത് നാം സംസാരിക്കുമ്പോൾ മനസ്സ് അവിടെ പോവാതെ മാറി നിൽക്കുന്നു എന്ന മനസ്സിനെ നമുക്ക് പിടിക്കാൻ കിട്ടുന്നു. ഈ മനസ്സിനെ പിടിക്കുവാനുള്ളൊരു പ്രക്രിയയാണ് ഞാൻ പറയുന്നത്. സാധാരണ ഇന്നലെ ഒക്കെ നാം സംസാരിക്കുമ്പോൾ പറഞ്ഞു, അന്നമയ കോശത്തു നിന്ന് പ്രാണമയ കോശത്തിലേക്ക് എത്തുമ്പോൾ മനസ്സിനെ പിടിക്കണമെന്ന് പറയുകയുണ്ടായി. ദേഹം എന്ന് പറയുന്നത് ഒരു എലിക്കൂടാണത്രേ. എന്തിനു വേണ്ടിയാണ് എലിക്കൂട് ഉണ്ടാക്കിയിരിക്കുന്നത്? ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ എലിക്കൂട് ഷോക്കേസിൽ വെച്ചിട്ടുണ്ട്. നല്ലോണം പെയിൻ്റൊക്കെ അടിച്ച് റെഡിയാക്കിയിട്ട് കാണാൻ എന്തൊരു ഭംഗിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ എലിക്കൂട് ഷോക്കേസിൽ വെച്ചിരിക്കുന്നത്?
അല്ലാതെ എലീനെ കൊല്ലണ പാവല്ലേ വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ അതിലറിയാതെ കുടുങ്ങണ്ടെന്ന് വിചാരിച്ച് എലിക്കൂടൊക്കെ കൂട്ടിലാക്കിയിട്ട് എലിക്കൂട് വേറൊരു കൂട്ടിലാക്കി ഇങ്ങനെ വെച്ച് ഷോ ആക്കി വെച്ചിരിക്കുകയാണ്. എലിക്കൂടിൻ്റെ ഉദ്ദേശം എലിയെ പിടിക്കലാണ്. അപ്പോൾ അത് തുറന്നു വെക്കണം. തുറന്നു വെച്ചാൽ എലി കടന്നു കഴിഞ്ഞാൽ ടക്ക് അതിനെ പിടിക്കണം. അതാണ് എലിക്കൂടിൻ്റെ ഉദ്ദേശം. മനുഷ്യ ശരീരം ഒരു എലിക്കൂടാണത്ര. ഈ എലിക്കൂടിലേക്ക് എലി കയറും. ആ എലിയാണ് പ്രാണനായിക്കൊണ്ട് അകത്ത് ഇങ്ങനെ പോകുന്നത്. അതിനെ കയറുമ്പോൾ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഓങ്കാരമാക്കി മാറ്റുമ്പോൾ ആ പ്രാണനെ വാച്ച് ആൻഡ് ക്യാച്ച് എന്നാണ്. അങ്ങനെ പിടിക്കണം നമുക്കതിനെ. അപ്പം പ്രാണനെ ഓങ്കാരമയമാക്കി അതിനെ ക്യാച്ച് ചെയ്യാൻ പഠിക്കുന്ന ഒരു പ്രക്രിയയ്ക്കാണ് ധ്യാനം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഈ ഷോക്കേസിൽ എലിക്കൂടിട്ട മാറ്റത്തിന് നമ്മളെന്താ ചെയ്യുന്നത്? ഈ ദേഹം ഇങ്ങനെ പൗഡറിട്ട് മിനിക്ക് റെഡിയാക്കിയിട്ട് ഇത് എലീനെ പിടിക്കാനൊന്നും നോക്കാതെ, പ്രാണനെ ഓങ്കാരമാക്കി മാറ്റാൻ കഴിയാതെ നമ്മളിങ്ങനെ മേക്കപ്പും ചെയ്ത് ഇത് ഷോക്കേസിൽ മാത്രം ഇടാനുള്ള ഒരു ഏർപ്പാടാക്കി നമ്മളും കൊണ്ട് നടക്കുകയാണ്. പിന്നെ നമ്മൾ എലിക്കൂടും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? ഷോക്കേസിൽ ഇടാനല്ലാതെ. അങ്ങനെ ഷോക്കേസിൽ വെക്കാനുള്ളതല്ല മനുഷ്യ ശരീരം. മനുഷ്യ ശരീരം എലിയെ പിടിക്കാനുള്ളതാണ്. ആ എലിയാകുന്ന പ്രാണനെ ഓങ്കാരമയമാക്കിക്കൊണ്ട് നാം ക്യാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. അത് എവിടെയാണ് എലി പോകുന്നത് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ഒരു ഡെമോൺസ്ട്രേഷൻ. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഓങ്കാരം ചെല്ലുന്നതിലല്ല മനസ്സ് നിൽക്കുന്നത് ഇപ്പോൾ നാമത്തിലാണെന്ന്. ഒരേ സമയത്ത് രണ്ട് പ്രക്രിയകളും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനെ നമുക്ക് പിടിക്കാൻ കിട്ടുന്നു. അതിനുവേണ്ടി നമ്മൾ ഒരുമിച്ച് 3 പ്രാവശ്യം ഓങ്കാരം ചെല്ലുന്നു. ഈ 3 പ്രാവശ്യം ഓങ്കാരം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ നമ്മുടെ ഇഷ്ടദേവതയുടെ നാമം ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ എത്ര പേർക്ക് അങ്ങനെ നാമം ചൊല്ലാൻ കഴിയുന്നു എന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ വി ആർ സ്റ്റാർട്ടിങ്. ഒരുമിച്ച് നാം ചൊല്ലുകയാണ്. ഓ ഈ സദസ്സിൽ നാമം ചെല്ലാൻ പറ്റിയവരൊക്കെ ഒന്ന് കൈപോക്കാമോ? ധാരാളം പേരുണ്ട്. നാമം ചെല്ലാൻ പറ്റാത്തവരൊന്ന് കൈപോക്കാമോ? കുറച്ച് പേർക്ക് നാമം ചെല്ലാൻ പറ്റിയിട്ടില്ല. ഭൂരിഭാഗം ആൾക്കാരും ഇതിനിടയിലൂടെ നാമം ചൊല്ലി. 2 രീതിയിലാണ്. നാം നാമം ചൊല്ലിയില്ലായിരുന്നുവെങ്കിൽ ആ ഹാളിലൂടെ നമ്മുടെ മനസ്സ് ആ ദ്വാരത്തിലൂടെ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകുമായിരുന്നു. ഇപ്പം നാം എന്ത് ചെയ്തു? നമ്മുടെ മനസ്സിനെ വേറെ എങ്ങോട്ടും പോകാൻ സമ്മതിക്കാതെ ഓങ്കാരം ചെല്ലുന്നിടത്ത് നമ്മുടെ നാമത്തിലേക്ക് നാം മനസ്സിനെ പിടിച്ചൊന്ന് കെട്ടി. ഇത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ മനസ്സ് ചിലപ്പോൾ ഈ ദ്വാരത്തിലൂടെ മറ്റ് വിഷയങ്ങളിലേക്ക്, മിക്കവാറും ആൾക്കാർക്ക് മറ്റ് വിഷയങ്ങളിലേക്ക് പോവുക ചെയ്യുക. എന്നാൽ ചില ആൾക്കാർക്ക് ചെല്ലാൻ പറ്റിയില്ല എന്ന് അവർക്ക് പോസിറ്റീവായിട്ട് സാധിക്കും. ചിലർ ഓങ്കാരത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നാമം ചെല്ലാൻ പറ്റാതെയും പോയേക്കാം. ഓങ്കാരത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുകയാണ് നമുക്ക് വേണ്ടത്. അത് കഴിയാതെ വരുമ്പോൾ നാമങ്ങളിലേക്ക് കോൺസെൻട്രേഷൻ കൊണ്ടുവന്ന് ആ നാമങ്ങളിൽ നിന്ന് ഓങ്കാരവുമായി ബന്ധപ്പെടുത്തണം. ഇത് എന്തിനാ ഇപ്പോൾ ചെയ്തതെന്ന് ചോദിച്ചാൽ, നാം ഇങ്ങനെ ചെയ്യുന്ന അവസരത്തിലും നമ്മുടെ മനസ്സ് ചാടിപ്പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടി മാത്രമാണ്. നാരായണനാമം ചൊല്ലിയിരുന്നില്ലെങ്കിൽ, ഇപ്പം ഞാൻ ചൊല്ലിയത് ഓം സായിറാം ഓം സായിറാം എന്നാണ്. ഞാൻ സായിറാം ചൊല്ലിയിരുന്നില്ലെങ്കിൽ എൻ്റെ മനസ്സ് ആ സമയത്ത് മറ്റെവിടെയെങ്കിലുമൊക്കെ പോകുമായിരുന്നു. അപ്പം ഇങ്ങനെ നാം ജപം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും മനസ്സ് വേറെ പോകുന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് ഒരു കോൺസെൻട്രേഷൻ, ഇങ്ങനെ മനസ്സിനെ പോകാൻ അനുവദിക്കാതെ ഓങ്കാരത്തിൽ തന്നെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചാൽ അതിൻ്റെ പേരാണ് ഓങ്കാരധ്യാനം എന്ന് പറയുന്നത്. ഇനി 2 രീതിയിലുള്ള രൂപധ്യാനങ്ങളുണ്ട്. ഒന്ന് ഇഷ്ടദേവത രൂപധ്യാനം, മറ്റൊന്ന് പ്രകാശധ്യാനം. 2 രീതിയിലുള്ള ധ്യാനങ്ങളാണുള്ളത്. ഈ ധ്യാനമൊക്കെ ചെയ്യുന്നതിന് മുമ്പ്, ഈ 4 തരത്തിലുള്ള ധ്യാനങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നാം ശ്രദ്ധിക്കേണ്ടത്, എവിടെ വെച്ചാണോ നാം ധ്യാനം ആദ്യമായി പരിശീലിക്കുന്നത് ആ സ്ഥലം പിന്നീട് ഒരിക്കലും മാറ്റാൻ പാടില്ല അത്രേ. അപ്പോൾ ധ്യാനം ശീലിക്കുന്നതിന് മുമ്പ് നാം എവിടെ വെച്ച് ധ്യാനം ചെയ്യുന്നു എന്ന് ഉറപ്പിക്കണം. എൻ്റെ പൂജാമുറിയിൽ വെച്ചാണോ ഞാൻ ധ്യാനം പരിശീലിക്കുന്നത്, അതോ ഞാൻ അമ്പലത്തിൽ വെച്ചാണോ ധ്യാനം പരിശീലിക്കുന്നത്,
എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെപ്പോലുള്ള ആൾക്കാർ പുട്ടപ്പർത്തിയിൽ വെച്ചാണോ ധ്യാനം പരിശീലിക്കുന്നത്, വള്ളിക്കാവിൽ വെച്ചാണോ, ഗുരുവായൂരിൽ വെച്ചാണോ, എവിടെ വെച്ചാണ് നാം ധ്യാനം ആദ്യം തുടങ്ങുന്നത്, ആ സ്ഥലമായിരിക്കണം അത്രേ മരണം വരെ നാം ധ്യാനിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്കൊരു പ്രയാസം ഉണ്ടാവും. അതെങ്ങനെയാണ്? അപ്പോൾ യാത്ര ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ പുട്ടപ്പർത്തിയിൽ വെച്ച് ധ്യാനം പരിശീലിച്ചിട്ട് പിന്നെ എനിക്ക് ഇങ്ങോട്ട് പോരാൻ പറ്റില്ല. എന്നും പുട്ടപ്പർത്തിയിൽ നിന്ന് ധ്യാനിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങോട്ട് പോരാൻ പറ്റില്ല. പക്ഷെ അതിന് ശാസ്ത്രം പറയുന്നു അങ്ങനെ വേണമെന്നില്ല. എവിടെ വെച്ച് ധ്യാനം നാം പരിശീലിച്ചുവോ, നാം എപ്പോൾ ധ്യാനത്തിരിക്കുമ്പോഴും ആദ്യം മനസ്സുകൊണ്ട് ഭാവിക്കണമത്രേ ഞാൻ ആ സ്ഥലത്താണ് ഇരിക്കുന്നത് എന്ന് ഭാവിക്കണം. യത് ഭാവം തദ് ഭവതി എന്നാണ്. അപ്പം നമ്മുടെ പൂജാമുറിയിൽ വെച്ച് നാം ധ്യാനം തുടങ്ങിയാൽ പിന്നെ എവിടെ പോയാലും നാം ആദ്യം ചെയ്യേണ്ടത് മനസ്സുകൊണ്ട് ഞാൻ എൻ്റെ പൂജാമുറിയിലാണ് ഇരിക്കുന്നത് എന്ന് ഭാവിക്കണമത്രേ. ഇത് ധ്യാനത്തിൻ്റെ ഒരു ബാലപാഠം മാത്രമാണ്. എന്തിനാണ് നമ്മളെ ഇങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരുന്നത്? നമ്മുടെ ശരീരവും മനസ്സും ഒന്ന് തരം കിട്ടിയാൽ നാനാഭാഗത്തേക്കും ദശേന്ദ്രിയങ്ങൾ മുഴുവൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവസരം കിട്ടിയാൽ അവ 4 ഭാഗത്തോടും. എന്തെങ്കിലും വാക്ക് വെക്കുമ്പോൾ ചെവി അങ്ങോട്ട് പോകും, എന്തെങ്കിലും കണ്ടാൽ കണ്ണ് അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ ത്വക്ക് അങ്ങോട്ട് പോകും, എന്തെങ്കിലും മധുരമുള്ളത് കാണുമ്പോൾ നാവ് അങ്ങോട്ട് പോകും. ഇങ്ങനെ മനുഷ്യൻ്റെ ദശേന്ദ്രിയങ്ങൾ മുഴുവൻ ഏത് നിമിഷവും അബദ്ധസഞ്ചാരികളായി തീർന്നതുകൊണ്ട് ഇതിനെ മുഴുവൻ നിയന്ത്രിക്കുവാനാണ് ഈ പ്രക്രിയകളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യം നാം നമ്മുടെ ധ്യാനം എവിടെ വെച്ച് തുടങ്ങുന്നുവോ ആ സ്ഥലം തന്നെ എല്ലാ കാലത്തും തുടരണം. അത് അക്ഷരാർത്ഥത്തിൽ തുടരാൻ സാധിക്കില്ലെങ്കിൽ മനസ്സുകൊണ്ട് സങ്കല്പിച്ച് ഞാൻ ആ സ്ഥലത്താണ് ഇരിക്കുന്നത് എന്ന ബോധം നമുക്കുണ്ടാകണം. പിന്നെ വേറൊന്ന്, ഇരിക്കേണ്ടത് എങ്ങനെയാണ് എന്നാണ്. ധ്യാനിക്കുമ്പോൾ ഏറ്റവും നല്ലത് ഇരിക്കാൻ പത്മാസനമാണ്. പത്മാസനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ 2 കാലുകളുടെയും എല്ലിൻ്റെ ഭാഗം മുഴുവൻ തുടയിലേക്ക് കയറ്റി വെച്ചാൽ ദേഹവും മാംസതളമായ ഭാഗം മാത്രമാണ് ഭൂമിയിൽ പതിക്കുന്നത്. ഇരുന്ന് ശീലമുള്ളവർക്ക് ഒരു കുഷ്യനിലിരിക്കുന്ന മാതിരി തോന്നും പത്മാസനത്തിൽ ഇരുന്നാൽ. കാരണം ദേഹം എല്ലുകൾ അടിയിൽ തട്ടുന്നില്ല. അല്ലെങ്കിൽ എല്ലിൻ്റെ മുകളിലാണ് നമ്മുടെ ദേഹത്തിൻ്റെ വെയിറ്റ് മുഴുവൻ വരുന്നത്. സാധാരണ ചമ്രം പടിഞ്ഞിരിക്കുന്ന മാതിരി ഇരുന്നാൽ നമ്മുടെ കാലുകളുടെ നെരിയാണിയുടെ എല്ലിൻ്റെ ആ ഭാവത്തേക്ക് ദേഹത്തിൻ്റെ വെയിറ്റ് വരുമ്പോൾ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും നമുക്ക് ഇരിക്കാൻ പറ്റാതെയാവും. അപ്പോൾ മാംസതളമാകുന്ന ഭാഗം മാത്രം അടിയിലാക്കിക്കൊണ്ട് എല്ലുകൾ മുകളിൽ വയ്ക്കുമ്പോൾ ദേഹഭാരം താങ്ങുവാൻ ഒരു കുഷ്യൻ എഫക്റ്റ് നമുക്ക് ലഭിക്കുന്നു. ആർക്ക്? ഇരുന്ന് ശീലമുള്ളവർക്ക്. അല്ലാത്തവർക്ക് അത് കഠിനവുമാണ്. പത്മാസനത്തിൽ ഇരുന്ന് ശീലമില്ലാത്തവർക്ക് ഒരിക്കലും അങ്ങനെ സാധിക്കില്ല. അതുകൊണ്ട് പത്മാസനം ശീലമില്ല എന്ന് വിചാരിച്ച് ധ്യാനത്തിന് രക്ഷപ്പെടാൻ പറ്റില്ല. പത്മാസനം അറിയാത്തവർ സുഖാസനത്തിലിരിക്കുക എന്നാണ്. സുഖാസനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെ ഇരുന്നാലാണ് നമുക്ക് സുഖം തോന്നിച്ചാൽ അങ്ങനെ ഇരിക്കുക. അതുതന്നെ സുഖാസനം. ചെയറിൽ ഇരുന്നിട്ടാണ് ധ്യാനിക്കാൻ തോന്നിയെങ്കിൽ ചെയറിൽ ഇരുന്നിട്ട് ധ്യാനിക്കുക. എന്നാലും ധ്യാനത്തിൽ നിന്ന് രക്ഷപ്പെടരുതേ എന്നാണ്. അപ്പോൾ നമുക്ക് തോന്നും ഇപ്പോൾ പത്മാസനം ഏതായാലും പറ്റില്ല, രക്ഷപ്പെട്ടു, ഇനി ധ്യാനിക്കണ്ടല്ലോ, അങ്ങനെ വിചാരിക്കണ്ട. പത്മാസനം കഴിഞ്ഞില്ലെങ്കിലും ധ്യാനിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ധ്യാനം എങ്ങനെയാണോ നമുക്ക് ഇരിക്കാൻ പറ്റുക അങ്ങനെ ധ്യാനിക്കുക. ഇപ്പോൾ ഒരേ സ്ഥലമായിരിക്കണം. ഇരിക്കുമ്പോൾ നമുക്ക് സുഖാസനത്തിലിരിക്കാം. പത്മാസനത്തിലിരിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ മറ്റൊന്ന്, ഭൂമിയിൽ നിന്നും അല്പം ഉയർന്നിരിക്കുന്നത് നല്ലതാണ്. മരത്തിൻ്റെ മുകളിലോ പലകയിലോ, പണ്ട് കാലങ്ങളിലൊക്കെ പുലിത്തോലിലൊക്കെ ഇരിക്കുന്നത് കാണാം. പുലിത്തോലിലോ അല്ലെങ്കിൽ ഒരു വിരിവിരിച്ചോ പുൽപ്പായിലോ പറ്റ നിലമൊന്ന് മാറിയിട്ട് ഇരിക്കുന്നത് നല്ലതാണ് എന്ന് പറയുന്നു. ഇതൊക്കെ ആചാര്യന്മാർ പറയുന്നു. അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് പൊതുവേ ഈ പ്രപഞ്ചം മുഴുവൻ ഇലക്ട്രിക് കറണ്ടാണല്ലോ. എവരിവേർ കറണ്ടില്ലാത്തൊരു സ്ഥലം, നിങ്ങളുടെ മുന്നിൽ മുഴുവൻ ഇലക്ട്രിസിറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു എർത്ത് ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, പറ്റ ഭൂമിയുമായിട്ടുള്ള ബന്ധത്തെ ഒന്ന് ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് ആചാര്യന്മാർ പറയുന്നു. എന്ന് വിചാരിച്ച് എനിക്ക് വിരി കിട്ടിയില്ല അതുകൊണ്ട് ഇന്ന് ധ്യാനത്തിന് രക്ഷപ്പെട്ടു എന്ന് ആരും വിചാരിക്കേണ്ട. അങ്ങനെയാണെങ്കിൽ നിലത്തിരുന്നിട്ടെങ്കിൽ നിലത്തിരുന്ന് നിലത്തല്ലേ നാം നിൽക്കുന്നത്, ഇപ്പം തന്നെ നാം എർത്തായിക്കൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് ധ്യാനത്തിന് രക്ഷപ്പെടാൻ ഒരു മാർഗവും പറയുന്നില്ല. ഇന്ന് എനിക്ക് വിരി കിട്ടിയില്ല, പുൽപ്പായ കിട്ടിയില്ല, ധ്യാനത്തിന് രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കേണ്ട. നിലത്തെങ്കിൽ നിലത്തിരുന്ന് ധ്യാനിക്കുക. രക്ഷപ്പെടാൻ വേണ്ടി ആരും ശ്രമിക്കരുത് എന്നാണ് നല്ലത്. ഒരു പുൽപ്പായയോ വിരിയോ വിരിച്ച് പലക മുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ അതിൻ്റെ ആദ്യ ബാലപാഠങ്ങളാണ്. മറ്റുള്ള പാഠങ്ങൾ നാളേക്ക് വയ്ക്കുകയാണ്.